65 സങ്കീർത്തനം വെള്ളൂർ സഭാ ശുശ്രൂഷൻ ഇവാഞ്ചലിസ്റ്റ് ജോയിമോൻ പുന്നപ്ര വായിക്കും. മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് റവറൻ ജോയ്സ് ജോൺ തുണ്ടുകളം അച്ഛൻ. ഇരുവരെയും ക്ഷണിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 65 സങ്കീർത്തന വേദഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. നിന്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. നിന്റെ പ്രകാരങ്ങൾ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തരാകും. ഭൂമിയുടെ എല്ലാ അറുതികളും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരം അരുളുന്നു. അവൻ ബലം അരക്കി കെട്ടിക്കൊണ്ട് തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെ അസ്തമയത്തിൻ്റെ ദിക്കുകളെ നീ ഉല്ലസിച്ച് ഘോഷിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടി ഉളവാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധ്യാനം കൊടുക്കുന്നു. നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു. നീ അതിൻ്റെ കട്ട ഉടച്ച് നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലസം ധരിക്കുന്നു. മേൽച്ചിപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ മാരാമൺ ഭദ്രാസന ജനറൽ കൺവെൻഷന്റെ സമാപന ദിവസമായിട്ടുള്ള ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലങ്ങളെ വണക്കാം. കഴിഞ്ഞ കൺവെൻഷന്റെ സമാപന ദിവസം മുതൽ കഴിഞ്ഞുള്ള 365 ദിവസങ്ങൾ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് നമ്മളെ പോറ്റി പുലർത്തിയ വലിയ വിധത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിരവധി ആളുകൾ ലോകത്തു നിന്ന് മരണം വഴിയായിട്ടും മറ്റു രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയൊക്കെ നടുവിലായി തീർന്നപ്പോൾ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായിട്ട് നമ്മൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ വഴി നടത്തിയ വലിയ അവസരത്തിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ 3 ദിവസം നടത്തുവാൻ ദൈവം തന്ന വലിയ കാര്യത്തിനെ ഓർത്തും ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നു. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ സഭയുടെ പരമ അധ്യക്ഷനും മെത്രാപ്പോലീത്ത തിരുമേനിയുമായിട്ടുള്ള മോസ്റ്റ് ഡോക്ടർ സ്റ്റീഫൻ വട്ടപ്പാറ തിരുമേനിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പ് തിരുമനസ് സ്റ്റെഫാനോസ് വട്ടപ്പാറ തിരുമേനി, അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹം കൊച്ചമ്മ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ബിഷപ്പ് റൈറ്റ് റവൻ ഡോക്ടർ മോസസ് പുള്ളോലിക്കൽ തിരുമേനി, കൊച്ചമ്മ പ്രിയപ്പെട്ട മോളെ, മറ്റു ഭദ്രാസന ബിഷപ്പുമാർ, വൈദിക ശ്രേഷ്ഠർ, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വൈദിക ശ്രേഷ്ഠരെ, സഭാപ്രവർത്തകരെ, നമ്മുടെ എല്ലാ സഭകള്, എല്ലാ വിശ്വാസി സമൂഹങ്ങൾ, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇപ്പം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗ്ഗീയ നല്ല വാഴ്ചപ്പെട്ട ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 2026 മാരാമൺ ഭദ്രാസനത്തിന്റെ കൺവെൻഷൻ നടത്തുവാൻ സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയും സർവകൃപാലുമായിട്ടുള്ള സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വലിയ അവസരത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. 1 വർഷക്കാലം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന വലിയ ആയുസ്സിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ ഉന്നതമായിട്ടുള്ള കരങ്ങൾ ഞങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. രക്ഷിക്കുന്ന, കാക്കുന്ന, കാത്തു പരിപാലിക്കുന്ന, കൃതാർത്ഥനാകുന്ന ഒരു വലിയ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ,
ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത തിരുമേനി, ആർച്ച് ബിഷപ്പ് തിരുമനസ്, ഇവിടെ മോസസ് ബിഷപ്പ്, മറ്റ് വൈദിക ശ്രേഷ്ഠര്, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നാളുകളിൽ അതിഭദ്രാസനത്തെ, ഭദ്രാസനങ്ങളെ, സഭകളെ ഉജ്ജ്വലമായിട്ട് നേതൃത്വം നൽകി നടത്തപ്പെടുവാൻ അവർക്ക് വേണ്ട ശാരീരികമായിട്ടുള്ള കരുത്തും ആത്മീയ പരിജ്ഞാനവും നൽകി അവിടുന്ന് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, ആ വലിയ ശബ്ദം ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ ഈ കൺവെൻഷന്റെ മധ്യം മുഴങ്ങി കേൾക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമസ്ത കാര്യങ്ങളെയും തിരുവാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. തോമസ് നെടുമലി അച്ഛൻ മുമ്പോട്ട് കിടന്നുവെന്ന് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനും ഞങ്ങളുടെ പരിപാലകനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തിന്റെ കൺവെൻഷന്റെ 3-ാം ദിനമായി ഈ രാത്രികാലം ഞങ്ങൾക്ക് വീണ്ടും അങ്ങയുടെ പാദപീഠത്തിലേക്ക് എടുത്തു വന്ന് അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നീ അവിടെ ഞങ്ങൾക്ക് സാവകാശം ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 രാത്രികാലവും നീ അവിടെ ഞങ്ങളെ മാനിച്ച് അനുഗ്രഹിച്ചുവെങ്കിൽ കർത്താവ്, ഈ രാത്രികാലവും നീ അവിടെ ഞങ്ങളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ഇന്ന് രാത്രികാലം ദൈവനം സംസാരിക്കുന്ന അഭിമന്യ തിരുമേനി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കർത്താവിൽ കടന്നു വന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ആവശ്യമായ ദൈവജനം വിളമ്പുവാൻ ഹല്ലേലൂയ നിന്റെ കരങ്ങളെടുത്ത് ബലപ്പെടുത്തി ശക്തീകരിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൽ കടന്നു വന്നിരിക്കുന്ന നിന്റെ എല്ലാ മക്കളെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകൾക്കായി, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മകായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത തിരുമേനിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് തിരുമേനിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റു ബിഷപ്പുമാരെ, വൈദികരെയും പ്രവർത്തകരെയും സുവിശേഷകരെയും എല്ലാം ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, നീ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഹല്ലേലൂയ കൺവെൻഷന്റെ പ്രാരംഭം മുതൽ ഈ സമയം വരെ ഞങ്ങൾ ഇവിടുന്ന് മാനിച്ച് അനുഗ്രഹിച്ചുവെങ്കിൽ തുടർന്നുള്ളതായ സമയങ്ങളിൽ ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ അടിയങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ അവിടെ നിറച്ച് ബലപ്പെടുത്തിക്കാട്ട് യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അവിടുന്ന് കേൾക്കുമാറാകണമേ. നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജനറൽ കൺവെൻഷൻ്റെ 3-ാമത്തെ രാത്രിയിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ സമാപന ദിവസമാണ് കൺവെൻഷൻ്റെ. ഇന്ന് രാത്രിയിൽ നമ്മോട് സമാപന സന്ദേശം അറിയിക്കുന്നത് ഭദ്രാസന ബിഷപ്പ് അഭിമന്യ റൈറ്റർ ഡോക്ടർ മോസസ് പുള്ളൊലിക്കൽ തിരുമേനി ഇന്ന് രാത്രിയിൽ നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആധികാരികമായി സംസാരിക്കും. നമ്മുടെ യോഗത്തിൻ്റെ അവസാന സമയമായതുകൊണ്ടോ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. കാലഘട്ടങ്ങൾ വളരെയധികം മുമ്പോട്ട് പോകുന്നു. പ്രതികൂലങ്ങളും പ്രയാസങ്ങൾ അനവധി മുമ്പോട്ട് പോകുന്നു. നമ്മുടെ വിശ്വാസ ജീവിതം എവിടെ എന്ന് നാം പരസ്പരം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആയതുകൊണ്ട് നമുക്കിന്ന് വചന അല്പനിമിഷം തിരുവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അതിനകത്ത് നിന്ന് പോലെ രാത്രികാലം നമുക്കൊരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. നമ്മുടെ ജോയ്സി അച്ഛൻ ഇന്നലെ പ്രസംഗിക്കേണ്ടതായിരുന്നു. നമ്മുടെ അഭിനന്ദനത്തെ മനസ്സിന് ശരീര അസ്വസ്ഥതയുണ്ടായി. അതിൻ്റെ കാര്യത്തിന് വേണ്ടി ആശുപത്രിയിൽ പോയതുകൊണ്ട് അച്ഛന് പ്രസംഗിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്നോടൊരു റിക്വസ്റ്റ് ആവശ്യപ്പെട്ടു. തിരുമേനിക്ക് ഞാനൊന്ന് സെക്കൻഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ ആ വിഷമം, അച്ഛൻ്റെ ആ ബുദ്ധിമുട്ടൊന്ന് മാറാൻ ഞാൻ അച്ഛന് ആ അവസരം കൊടുക്കുകയാണ്. അങ്ങനെയുള്ളൊരു പതിവ് നമുക്കില്ലെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ നമുക്കൊരുങ്ങാം. അച്ഛന് എന്താ ഞാൻ ഇംഗ്ലീഷിലൊന്നുമല്ല സംസാരിക്കുന്നത്, മലയാളം തന്നെയാണ്. അതിനെ എന്നോട് ക്ഷണിക്കണം. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം 1-ാം വാക്യം. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. മതി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തുമാറാകട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കൂടി വരുമ്പോൾ കഴിഞ്ഞ 2 ദിവസക്കാലം നമ്മളെ അനുഗ്രഹിച്ച ദൈവം ഇന്നത്തെ രാത്രിയിലും നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ.
Praise the Lord. കഴിഞ്ഞ രാത്രി മുഴുവനായി കഴിഞ്ഞ രാത്രി മുഴുവനായി നമ്മുടെ ഒന്നാം ദിവസം രാത്രിയിലും ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് അനേക കാര്യങ്ങൾ ലഭിക്കുവാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ അനേകമായൊരു ചിന്തകൾ നമുക്ക് ലഭിക്കുവാൻ സാധിച്ചു. കടന്നു വരാത്തവർക്ക് അത് വലിയ നഷ്ടമാണ്. നമ്മുടെ ഉപദേശിമാർ ഇന്നലെ ഇവിടെ സംസാരിച്ചു. ബഹുമാനപ്പെട്ട പയ്യമ്പള്ളി അച്ഛൻ ഇന്നലെ സംസാരിച്ചു. ബഹുമാനപ്പെട്ട പയ്യമ്പള്ളി അച്ഛൻ സംസാരിച്ചു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ജനങ്ങൾക്ക് ആവശ്യമാകുന്ന നന്മകളുടെ സുവിശേഷം ഈ ദിവസങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞു. ജനങ്ങൾക്ക് ആവശ്യമാകുന്ന സുവിശേഷം നൽകുവാൻ സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്താവിഷയം ആരാകുന്നു ദൈവമക്കൾ? ആരാകുന്നു ദൈവമക്കൾ? ആരാകുന്നു ദൈവത്തിന്റെ മകൻ? ആരാകുന്നു ദൈവത്തിന്റെ മകൻ? ആരാകുന്നു ദൈവത്തിന്റെ മകൾ? ആരാകുന്നു ദൈവത്തിന്റെ മകൾ? തലവണക്കാൻ പ്രാർത്ഥിക്കാം. തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമായ ദിവസത്തിന്റെ രാത്രിക്കായി സ്തുതിക്കുന്നു. അതിങ്ങനെ യോഗത്തിന്റെ സമാപന സമയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ദൈവമായ കർത്താവ് എങ്ങനെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഞങ്ങൾ ഒരുങ്ങുകയാണ്. അവിടുത്തെ സ്ഥാനത്ത് ഞങ്ങളോട് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ വെറും കുഴലായി തിരുമ്പായി നിൽക്കുന്നു. അവിടുത്തെ വനത്തെ ഞങ്ങളിലേക്ക് നിറയ്ക്കുമാറാകണം കർത്താവേ. ഇരിക്കുന്ന ജനത്തിന് ആത്മാവിൽ ആരാധിക്കുവാൻ, കർത്താവ് ആത്മാവിൽ പാടുവാൻ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൽ ദൈവത്തെ ആത്മാത്തോടെ ആരാധിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തെ സന്ദർശിക്കണം കർത്താവേ. രോഗികളായി വന്നിരിക്കുന്നവരുണ്ട് കർത്താവേ, അവരെ ഇന്ന് രാത്രിക്കാലം നീ അവിടെ സന്ദർശിക്കുമാറാകണമേ. പലവിധ പ്രതികൂല പ്രയാസത്തിൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. എന്റെ കർത്താവിന് രാത്രി കൃത്യമായി അവരോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നുമില്ലാത്തവരായി കടന്നു പോകുവാൻ ഇടയാകരുത്. അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ അന്ധകാരങ്ങളെയും എന്റെ കർത്താവ് മാറ്റിയാട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ പ്രകാശത്തെ കണ്ട് അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങൾ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ നടത്താട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. യേശുകായി തോട്ടത്തിനുള്ളിൽ ജീവയാവേ പാക. എല്ലാവർക്കും ചേർന്ന് പാടിക്കുക. ആത്മാർത്ഥതയോടെ കരങ്ങൾ അടിച്ച് പാടിയാട്ടെ. ഹല്ലേലൂയ. തോട്ടത്തിനുള്ളിൽ ജീവയായി പകർന്നിടുവാൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആരാകുന്നു ദൈവത്തിന്റെ മക്കൾ? ആരാകുന്നു ദൈവത്തിന്റെ മകൾ? ആരാകുന്നു ദൈവത്തിന്റെ മകൻ? ആരാകുന്നു ദൈവത്തിന്റെ മകൻ? ആരാണ് ദൈവത്തിന്റെ മകൾ? ആരാണ് ദൈവത്തിന്റെ മകൾ? ഇന്ന് രാത്രികാലം നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് രാത്രികാലം നമുക്ക് നാം ചിന്തിക്കേണ്ടത് ഞാൻ വർഷങ്ങളായി ദൈവമായ കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുകയാണ്. ഞാൻ വർഷങ്ങളായിട്ട് ദൈവമായിട്ടുള്ള കർത്താവായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുകയാണ്. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ കർത്താവിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. ആ പേര് എഴുതി കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ മകനായി ഞാൻ തീർന്നിരിക്കുന്നു. ദൈവത്തിന്റെ മകനായിട്ട് തീർന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കേണ്ടത് ഇന്നും ആ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? എന്റെ പ്രവൃത്തികൾ കൊണ്ട് ദൈവം അത് മായ്ച്ചു കളഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നീ ദൈവമകനല്ല. Praise the Lord. Hallelujah. ദൈവത്തിന്റെ മകൻ എന്ന പേരിന് യോഗ്യനെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരം വിശ്വാസ ജീവിതത്തെ മുമ്പോട്ട് നയിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനപ്രകാരം വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടതാകുന്നു. Hallelujah. നമുക്ക് കഴിയുന്നുണ്ടോ? Hallelujah. ദൈവത്തിന്റെ മകൻ എന്ന പേര് നമുക്ക് ലഭിക്കുവാൻ, ദൈവത്തിന്റെ മകൻ എന്ന പേര് നമുക്ക് ലഭ്യമാകുവാൻ എന്താണ് ചെയ്യേണ്ടത്?
ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഓരോ രൂപത്തിലും ഓരോ സൗന്ദര്യത്തിലും ഓരോ നിറത്തിലും എല്ലാം ദൈവം നമ്മെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ രൂപത്തിലും ഓരോ നിറത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൃഷ്ടിക്ക് യാതൊരു മാറ്റവുമില്ല. ദൈവത്തിന്റെ സൃഷ്ടിക്ക് യാതൊരു മാറ്റവും. ഈ ലോകത്തിലെ സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഈ ലോകത്തുള്ള സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഹിന്ദു ആണെങ്കിലും മുഹമ്മദ് ആയിരുന്നാലും മുസ്ലിമാനാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ലോകത്തിലെ സകല മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. ലോകത്തിന്റെ സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നത് ആരാകുന്നു ദൈവത്തിന്റെ മകൻ? ദൈവത്തിന്റെ മകൻ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് ദൈവത്തിന്റെ മകൻ. ദൈവത്തിന്റെ മകൻ. യേശു ക്രിസ്തുവിൽ പൂർണ്ണമായ വിശ്വാസമുള്ളവനാണ് ദൈവത്തിന്റെ പൈതൽ. യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുള്ളവനാണ് ദൈവത്തിന്റെ പൈതൽ. യേശു ക്രിസ്തുവിൽ വിശ്വാസത്തെ നയിക്കുന്നവനാണ് ദൈവത്തിന്റെ മകൻ. യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നയിക്കുന്നവനാണ് ദൈവത്തിന്റെ മകൻ. ഇന്ന് എല്ലാവരും ക്രിസ്ത്യാനികളാണ്. ഇന്ന് നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ്. അനേക ക്രിസ്ത്യാനികൾ ലോകത്തിലുണ്ട്. ലോകത്തുള്ള ക്രിസ്ത്യാനികളുടെ പേര് കേട്ടാൽ നമ്മൾ ഭാരപ്പെടും. ഒന്നാമതായിട്ട് കാണാൻ കഴിയുന്നത് എഫേസ്യ ലേഖനം 5-14 വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് എഫേസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് ലോകത്തിലുള്ള സർവ്വ ക്രിസ്ത്യാനികളുടെയും പേര്. ലോകത്തിലുള്ള സകല ക്രിസ്ത്യാനികളുടെയും പേര്. ഒന്നാമത്തെ ക്രിസ്ത്യാനി മരിച്ച ക്രിസ്ത്യാനി. ഞാൻ ദൈവത്തെ സ്നേഹിച്ചു. ഞാൻ ദൈവത്തിന് വേണ്ട ഒരു കാലത്ത് കർത്താവിനെ അംഗീകരിച്ചു. ഒരു കാലഘട്ടത്തിൽ കർത്താവിനെ അംഗീകരിച്ചു. ദൈവത്തിന്റെ മകനായി ജീവിക്കുവാൻ തീരുമാനമെടുത്തു. മാനസാന്തരപ്പെട്ടു. സാക്ഷി പറഞ്ഞു. പള്ളിയിൽ ആരാധനയ്ക്ക് ദൈവത്തെ ആരാധിച്ചു. ഇപ്പോൾ ഞാൻ പിന്മാറ്റത്തിലാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലോ ദൈവത്തിന്റെ ഒരു കാലത്ത് ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവമക്കൾ, ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിച്ച ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ച ദൈവമക്കൾ, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച ദൈവമക്കൾ, കഴിഞ്ഞ വർഷം ദൈവത്തെ ആരാധിച്ച ദൈവമക്കൾ, ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും മുൻപന്തിയിൽ നിന്ന ദൈവമക്കൾ, അനേകർ ഇന്ന് പിന്മാറ്റത്തിൽ പോയിരിക്കുന്നു. മാറിപ്പോയിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അത് കേട്ട വചനത്തിൽ പൂർണ്ണമായ വിശ്വാസമില്ലാതെ അറിയപ്പെടുന്ന സുവിശേഷത്തെ പൂർണ്ണമായി മനസ്സിലാക്കാതെ ഹൃദയത്തിൽ പൂർണ്ണമായി സംഗ്രഹിക്കാതെ പാറമേൽ വീണ വിത്ത് പോലെയായി തീർന്നു. വലിയ ഉണക്കുണ്ടായി. വിത്തുകളെല്ലാം ഉണങ്ങിപ്പോയി. ദൈവ പൈതലേ, നിന്റെ വിശ്വാസം ഇപ്രകാരമാകുന്നു. നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ വിശ്വാസം അന്ത്യത്തോളം നിലനിൽക്കണം. നീ മരിച്ച ക്രിസ്ത്യാനിയാകരുത്. അനേക ക്രിസ്ത്യാനികൾ മരിച്ചു കിടക്കുക. എങ്ങനെയാണ് മരിച്ചു കിടക്കുന്നത്? ജീവനില്ല. പറയുന്നത് കേൾക്കുവാൻ കഴിയുന്നില്ല. ചെവിയുണ്ടെങ്കിലും അതിനകത്ത് പഞ്ഞു കുത്തി കയറ്റിയിരിക്കുക. മൂക്കുണ്ടെങ്കിലും അതിൽ പഞ്ഞു കുത്തി കയറ്റിയിരിക്കുക. ദൈവവചനം കേൾക്കേണ്ടതായ രീതിയിൽ കേൾക്കുന്നില്ല. മരിച്ച ക്രിസ്ത്യാനിയെ നീ ഒന്ന് ജീവിക്കണ്ടയോ? വിശ്വാസത്തെ ഉണർത്തണ്ടയോ? നീ ഇങ്ങനെ മരിച്ചു കിടന്നാൽ മതിയോ? മരിച്ചു കിടക്കുവാനാണോ കർത്താവ് നിന്നെ വിളിച്ചത്? മരിച്ച ക്രിസ്ത്യാനികൾ അനേക ക്രിസ്ത്യാനികൾ ഈ ഭൂമിയിലുണ്ട്. പല പേരുകളാണ് അറിയപ്പെടുന്നത്. എങ്കിലും ക്രിസ്ത്യാനിയാണ്. ആരാണ് ക്രിസ്ത്യാനി? കർത്താവ് എന്താണ് പറഞ്ഞത്? കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, എന്നെ അനുഗമിക്കുന്നവൻ എന്റെ ക്രൂശ് എടുത്ത് എന്റെ പിന്നാലെ. എന്താണ് ക്രൂശ്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ. യേശുക്രിസ്തു സഹിച്ച ക്രൂശ് എന്താണ്? കഷ്ടത എന്ന ക്രൂശ്
കഷ്ടത എന്ന ക്രൂശ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, വേദനയുടെ ക്രൂശ്, വേദനയുടെ ക്രൂശ്, കുന്തം കൊണ്ട് കുത്തിയ വേദനയുടെ ക്രൂശ്, കുന്തങ്ങൾ കൊണ്ട് കുത്തിയ വേദനയുടെ അനേകരുടെ ക്രൂശ്, നിന്ദയുടെയും പരിഹാസത്തിന്റെയും ക്രൂശ്, നിന്ദയുടെ പരിഹാസത്തിന്റെ അനേകരുടെ ക്രൂശ്, വിശ്വാസത്തെ തകർത്ത് കളയുന്നതായ ക്രൂശ്, അനേകരുടെ വിശ്വാസത്തെ തകർത്തു കളയുന്ന ക്രൂശ്, വിശ്വാസികൾക്ക് ജീവിക്കുവാൻ കഴിയാത്ത അനേകം തള്ളിക്കളയുന്ന ക്രൂശ്, അനേകളെ തള്ളിക്കളയുന്ന ക്രൂശ്. ഈ ക്രൂശ് ചുമക്കുവാൻ നിനക്ക് തയ്യാറാണോ? ഈ ക്രൂശ് ചുമക്കുവാൻ നിനക്ക് തയ്യാറാണോ? ഈ ക്രൂശ് നീ ചുമക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ക്രൂശ് നീ ചുമക്കുവാൻ തയ്യാറാണെങ്കിൽ എന്റെ പിന്നാലെ വരിക. എന്റെ പിന്നാലെ വരിക. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസികളെ, വിശ്വാസികളെ ഉണർന്നിടുവിൻ ജയത്തിൻ കൊടികൾ. വിശ്വാസികളെ, Praise the Lord. ഹല്ലേലൂയ. ഉണർന്നിടുവിൻ ജയത്തിൻ കൊടികൾ. ജയത്തിൻ കൊടി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉണരേണ്ടത് ആവശ്യമാണ്. ഉണരേണ്ടത് ആവശ്യം. തളർന്നു പോകുവാൻ നല്ല ദൈവം എന്നെ ക്രിസ്ത്യാനിയാക്കി. തളർന്നു പോകുവാനല്ല ദൈവം നമ്മളെ ക്രിസ്ത്യാനിയാക്കി. മരിച്ചുള്ള ഇടിയിൽ കിടക്കുവാൻ നല്ല കർത്താവ് എന്നെ ക്രിസ്ത്യാനിയാക്കിയത്. മരിച്ചു കിടക്കുവാനല്ല നമ്മളെ ദൈവം ക്രിസ്ത്യാനിയാക്കി. ഉണരണം, ഉയരണം, എഴുന്നേൽക്കണം. എഴുന്നേൽക്കണം. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? സുവിശേഷം അറിയിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകർക്ക് യാഗരിക്കുവാൻ, അനേകർക്ക് വേണ്ടി അനേകർക്ക് യാഗരിക്കുവാൻ, വേണ്ടി കണ്ണീരെടുക്കുവാൻ. അനേകർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവാൻ. ദൈവത്തിലെ നീ എഴുന്നേൽക്കണം. ദൈവ പൈതലേ നീ എഴുന്നേൽക്കുക. ഉറങ്ങിക്കൊണ്ടല്ല നിന്റെ വിശ്വാസ ജീവിതം നയിക്കപ്പെടുന്നത്. ഉറങ്ങിക്കൊണ്ടല്ല നിന്റെ വിശ്വാസ ജീവിതത്തെ നയിക്കപ്പെടുന്നത്. ഉറക്കം നിന്നെ താഴ്ചയിലേക്ക് നയിക്കപ്പെടുകയാണ്. താഴ്ചയിലേക്ക് നടത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കാണുക, ഒന്നാമത്തെ ക്രിസ്ത്യാനി മരിച്ച ക്രിസ്ത്യാനി. ഒന്നാമത്തെ ക്രിസ്ത്യാനി മരിച്ച ക്രിസ്ത്യാനി. രണ്ടാമത്തെ ക്രിസ്ത്യാനി രണ്ടാമത്തെ ക്രിസ്ത്യാനി ജീവൻ പ്രാപിച്ച ക്രിസ്ത്യാനി. ജീവൻ പ്രാപിച്ച ക്രിസ്ത്യാനി. ജീവനുണ്ട്, ജീവനുണ്ട്, ജീവൻ പ്രാപിച്ചിട്ടുണ്ട്, ജീവൻ പ്രാപിച്ചിട്ടുണ്ട്. പക്ഷേ മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. പക്ഷെ മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. തടസ്സങ്ങൾ അനവധിയായി കടന്നു വരികയാണ്. നിരവധി തടസ്സങ്ങൾ കടന്നു വരികയാണ്. ജീവിതത്തില് ക്ലേശങ്ങൾ കടന്നു വരികയാണ്. ക്ലേശങ്ങൾ കടന്നു വരികയാണ്. സ്വന്തമായിട്ട് ആരാധിക്കുവാൻ കഴിയുന്നില്ല. സ്വന്തമായിട്ട് ആരാധിക്കുവാൻ കഴിയുന്നില്ല. വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കുവാനായി മുട്ടുകൾ മടക്കുമ്പോൾ മുട്ടുകൾ മടക്കപ്പെടുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരികയാണ്. പ്രതികൂലങ്ങൾ കടന്നു വരികയാണ്. പ്രാർത്ഥനയുടെ അന്തരീക്ഷം തകർക്കുകയാണ്. പ്രാർത്ഥനയുടെ അന്തരീക്ഷം തകർക്കപ്പെടുകയാണ്. ജീവനുണ്ട്, എന്നാൽ മരിച്ചവനാണ്. Praise the Lord. Praise the Lord. നമുക്ക് ആർക്ക് പറയാൻ കഴിയും? ജീവൻ നിങ്ങൾക്കുണ്ടോ? ജീവൻ നിങ്ങൾക്കുണ്ടോ? നമ്മൾ പാട്ട് പാടുമല്ലോ. ജീവനുണ്ടെന്നൊരു നാമമേ നീ എന്നിൽ ജീവനിൽ ലാഭരനെ ഭാവാൻ കൈവിട്ടാൽ ഞാൻ ചാവാനിരയാമേ കോപിച്ചോ പോകരുതേ ഭാവാൻ കൈവിട്ടാൽ ഭാവി ഞാൻ ചാവാനിരയാമേ കോപിച്ചോ പോകരുതേ വിശുദ്ധാത്മാവേ വരിക. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനുള്ള പേരെനിക്കുണ്ടോ? ജീവനുള്ള പേരെനിക്കുണ്ട്. ജീവനില്ലേ പരനെ? ജീവനില്ലേ പരനെ? എനിക്ക് ജീവനുണ്ട്. എനിക്ക് ജീവൻ. ഞാൻ ഒരു കാലത്ത് ജീവൻ അനുഭവിച്ചതാണ്. എനിക്ക് ജീവൻ അനുവദിച്ചത്. ജീവനോട് ഞാൻ ദൈവത്തെ ആരാധിച്ചതാണ്. ജീവനോട് ഞാൻ ദൈവത്തെ ആരാധിച്ചു. ജീവനുള്ള ദേഹിയായി ദൈവത്തെ മഹത്വപ്പെടുത്തിയതാണ്. ജീവനുള്ള ദേഹിയായിട്ട് ദൈവത്തെ എന്റെ ആരാധനയിൽ ജീവനുണ്ടായിരുന്നു. എന്റെ ആരാധനയ്ക്ക് ജീവൻ. എന്റെ പ്രാർത്ഥനയ്ക്ക് ജീവനുണ്ടായിരുന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് ജീവൻ. എന്റെ സാക്ഷ്യത്തിന് ജീവനുണ്ടായിരുന്നു. എന്റെ സാക്ഷ്യത്തിന് ജീവനുണ്ടായിരുന്നു. എന്റെ ദൈവത്തെ ആരാധിച്ചപ്പോൾ ജീവനോടെ ആരാധിച്ചു. എന്റെ ദൈവത്തെ ജീവനോടെ ഞാൻ ആരാധിച്ചു. ഇന്ന് അനേകരും മരിച്ച കർത്താവിനെയാണ് ആരാധിക്കുന്നത്. അനേകം ആളുകൾ മരിച്ച കർത്താവിനെ ആരാധിക്കും. നമ്മുടെ കർത്താവ് മരിച്ച കർത്താവാണോ? നമ്മുടെ കർത്താവ് മരിച്ച കർത്താവാണ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്. ഓ, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്. അവൻ മരിച്ചവനല്ല, ഉയർത്തെഴുന്നേറ്റ വലിയ കർത്താവ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, മരിച്ച ക്രിസ്ത്യാനിയെ നീ എഴുന്നേൽക്കുക. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാണ്? ക്രിസ്തു നിന്നിൽ പ്രകാശിക്കുവാൻ. ഹല്ലേലൂയ.
ക്രിസ്തുവിൽ പ്രകാശിക്കും. ദൈവത്തിന്റെ ശക്തിയിൽ ആരാധിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കൾ മരിച്ച ക്രിസ്ത്യാനിയെ പോലെ ആകരുത്. മരിച്ച ക്രിസ്ത്യാനിയെ പോലെ ആകരുത്. ജീവൻ പ്രാപിച്ച ക്രിസ്ത്യാനി ആയിരിക്കണം. ജീവൻ പ്രാപിച്ച ക്രിസ്ത്യാനിയായിരിക്കും. ജീവൻ പ്രാപിച്ച ക്രിസ്ത്യാനിക്ക് മാത്രമേ ജീവിക്കുവാൻ നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ. ജീവൻ പ്രാപിച്ച ക്രിസ്ത്യാനിക്ക് മാത്രമേ നിലനിൽക്കുവാൻ ഇന്ന് സാധിക്കത്തുള്ളൂ. രാത്രികാലം ജീവൻ നീ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ഇന്ന് രാത്രികാലം ജീവൻ നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ടോ? കർത്താവിന് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ടോ? പരിശുദ്ധ ആത്മാവിന്റെ ജീവനോടെ ആരാധിച്ചു സാന്നിധ്യം. വേണം നീ മടങ്ങി പോകുവാൻ. ജീവനോടെ ദൈവത്തെ ആരാധിച്ചു ക്രിസ്ത്യാനിയായി നീ പോകരുത്. മരിച്ച ക്രിസ്ത്യാനിയായി പോകരുത്. മരിച്ചവനായിട്ടല്ല നിന്നെ ദൈവം കാണുന്നത്. മരിച്ചവനായിട്ടല്ല ദൈവം നമ്മളെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവൻ പ്രാപിച്ച ദൈവത്തിന്റെ മകനായി മകളായി നീ മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ജീവൻ പ്രാപിച്ച ദൈവത്തിന്റെ മകനായിട്ട് മകളായിട്ട് നമ്മൾ മുൻപോട്ട് പോകേണ്ടതാണ്. മൂന്നാമത്തെ ക്രിസ്ത്യാനി, മൂന്നാമത്തെ ക്രിസ്ത്യാനി മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ക്രിസ്ത്യാനി. മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ക്രിസ്ത്യാനി. മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ക്രിസ്ത്യാനി. മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ക്രിസ്ത്യാനി. മരിച്ചു കിടക്കുന്നവരെ കണ്ടറിയാം. മരിച്ചു കിടക്കുന്നവരെ മരിച്ചു കിടക്കുന്ന ഇടയിൽ കിടക്കുന്നവരാരാണ്? മരിച്ചു കിടക്കുന്നവരുടെ ഇടയിൽ ഹല്ലേലൂയ. കിടക്കുന്നവർ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ക്രിസ്ത്യാനി അവന്റെ ജീവിതത്തെ ആരും കാണുന്നില്ല. അവന്റെ വിശ്വാസ ജീവിതത്തെ ആരും കാണുന്നില്ല. അവൻ പറയുകയാണ്, അവൻ പറയുകയാണ് അവൻ വലിയ പ്രാർത്ഥനക്കാരനാ, അവൻ വലിയ പ്രാർത്ഥനക്കാരനാണ്, വലിയ വിശ്വാസിയാ, അവൻ വലിയ വിശ്വാസിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പരിഹാസം കേൾക്കുമ്പോൾ ഈ പരിഹാസം കേൾക്കപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസം തകർന്നു പോകരുത്. നമ്മുടെ വിശ്വാസം തകർന്നു പോകരുത്. ഈ നിന്ദകൾ കേൾക്കുമ്പോൾ ഈ നിന്ദകൾ നീ കേൾക്കുമ്പോൾ ജീവൻ പ്രാപിക്കണം. നമ്മൾ ജീവൻ പ്രാപിക്കണം. നിന്ദകൾ സഹിക്കുക, പരിഹാസങ്ങൾ സഹിക്കുക എന്നുള്ളത് നിന്ദകളും പരിഹാസങ്ങളും സഹിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. നമ്മുടെ അവകാശമാണ്. ആരുടെ? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ദൈവമക്കളുടെ അവകാശമാണ്. അവകാശമാണ്. നിന്ദകൾ കേൾക്കുക, എന്ന് കേൾക്കുക, പരിഹാസം കേൾക്കുക, പരിഹാസം കേൾക്കുക. ഇതൊക്കെ നമ്മുടെ അവകാശമാണ്. ഇതൊക്കെ നമ്മുടെ അവകാശമാണ്. എങ്കിൽ മാത്രമേ ജീവനുള്ള ക്രിസ്ത്യാനി എന്ന പേര് നിൽക്കുന്നതാകുകയുള്ളൂ. എങ്കിൽ മാത്രമേ ജീവനുള്ള ക്രിസ്ത്യാനിയുടെ പേര് നമുക്ക് ലഭ്യമാകും. മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ക്രിസ്ത്യാനി. മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ക്രിസ്ത്യാനി. അങ്ങനെയല്ലയോ? ഇന്ന് അനേകർ അങ്ങനെയല്ലയോ? ഇടയിൽ കിടക്കുകയാണ്. മരിച്ചവരുടെ ഇടയിൽ കിടക്കുകയാണ്. പാട്ടില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ഹല്ലേലൂയയില്ല, സ്തുതികളില്ല, സ്തോത്രങ്ങളില്ല, മരിച്ചു കിടക്കുക. സന്ധ്യയാവുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും സമയം കണ്ടെത്തുകയില്ല. സീരിയലിന്റെ സമയം അനുസരിച്ചാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനേകർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. അടുത്തത് തുടങ്ങുന്നതിന് പറയണം, ആമേൻ പറയണം. പാട്ടിന്റെ മുഴുവൻ പാടത്തില്ല, ഒരു പാട്ട് മുഴുവൻ പാടില്ല. കാരണം സീരിയൽ തുടങ്ങാൻ പോവുകയാ. സീരിയൽ തുടങ്ങാൻ പോകും. സങ്കീർത്തനം മുഴുവൻ വായിക്കത്തില്ല. സങ്കീർത്തനം മുഴുവനും മുഴുവൻ വായിക്കുകയാണെങ്കിൽ പിള്ളേർ മുഴുവൻ വായിക്കുകയാണെങ്കിൽ പുറകിൽ ഒരു ഞുള്ളു കൊടുക്കുക. നിർത്തണം. സമയം പോവുക. മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ക്രിസ്ത്യാനി ആകരുത് നീ. മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ക്രിസ്ത്യാനി അടുത്ത ക്രിസ്ത്യാനി മരിച്ചവരിൽ നിന്നും എഴുന്നേൽക്കുന്ന ക്രിസ്ത്യാനി. മരിച്ചവരിൽ നിന്നും എഴുന്നേൽക്കുന്ന ക്രിസ്ത്യാനി. ആദ്യം നമ്മൾ കണ്ടു മരിച്ച ക്രിസ്ത്യാനി. രണ്ടാമത് കണ്ടു ജീവൻ പ്രാപിച്ച ക്രിസ്ത്യാനി. മൂന്നാമത് കണ്ടു മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ക്രിസ്ത്യാനി. നാലാമത്തത് മരിച്ചവരിൽ നിന്നും എഴുന്നേൽക്കുന്ന ക്രിസ്ത്യാനി. മരിച്ചവരിൽ നിന്നും മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. എന്തിനെഴുന്നേൽക്കണം? പൗലോസ് പറയുന്നു, ക്രിസ്തു നിന്നിൽ പ്രകാശിക്കുവാൻ. നിന്നെ വിളിച്ചത് മരിച്ചവരുടെ ഇടയിൽ കിടക്കുവാനല്ല, എഴുന്നേൽക്കണം. ക്രിസ്തുവിൽ പ്രകാശിക്കുവാൻ എഴുന്നേൽക്കേണ്ട ആവശ്യമാണ്. ദൈവത്തിന്റെ പ്രകാശത്തെ കാണുവാൻ കഴിയാതെ കണ്ണടഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിന്റെ കണ്ണൊന്ന് പ്രകാശിക്കണം. ജീവനോട് എഴുന്നേൽപ്പിക്കണം. ജീവനോടെ എഴുന്നേൽക്കണം. അതുകൊണ്ട് എവിടെയാണ് മരിച്ചു കിടക്കുന്നത്? എങ്ങനെയാണ് നീ മരിച്ചത്? ഞാൻ പാപത്തിൽ മരിച്ചു കിടക്കുകയാണ്. ഒരു കാലത്ത് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ മനസ്സിലാക്കി ജീവിച്ച വ്യക്തിയാണ്. ഇപ്പോൾ വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, ദൈവസ്നേഹമില്ല, ആരാധനയില്ല, മരിച്ചവരുടെ ഇടയിൽ കിടക്കുകയാണ്. എഴുന്നേൽക്കണം. നമ്മൾ എഴുന്നേൽക്കണം. എഴുന്നേൽക്കണം.
വേണ്ടി എന്തിനു വേണ്ടി? ക്രിസ്തുവിന്റെ പ്രകാശം നീ കാണണം. ക്രിസ്തുവിന്റെ പ്രകാശം നീ കാണണം. മഹിമ കണ്ട സാക്ഷിയായി നീ എഴുന്നേൽക്കേണ്ടത് വലിയൊരു ആവശ്യമാണ്. സാക്ഷിയായിട്ടും Praise the Lord. ഞാൻ മരിച്ച ക്രിസ്ത്യാനിയാണോ എന്ന് ഞാൻ മരിച്ച ക്രിസ്ത്യാനിയാണോ ഇന്ന് എന്ന് രാത്രികാലം പരിശോധിക്കണം. ഇന്ന് രാത്രികാലം ഒരു Hallelujah. പരിശോധന നടത്തപ്പെടും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അടുത്ത ക്രിസ്ത്യാനി അടുത്ത ക്രിസ്ത്യാനി ഉറങ്ങുന്ന ക്രിസ്ത്യാനി. ഉറങ്ങുന്ന ക്രിസ്ത്യാനി. Praise the Lord. Praise the Lord. അവിടെ പൗലോസ് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ ആ എഫേസ്യർ 5:14 വാക്യത്തിൽ എഫെസ്യ ലേഖനം 14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഒരേ ഒരു വാക്യം, ഒരേ ഒരു വാക്യം, മരിച്ചവനെ ഉണർന്ന് നീ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, അവരുടെ ഇടയിൽ നിന്ന് ക്രിസ്തുവിൽ പ്രകാശിക്കും. എന്നാൽ പ്രകാശിക്കും. വേദപണ്ഡിതന്മാര് ആ വാക്യത്തിൽ നിന്നും 7 ക്രിസ്ത്യാനികളെയാണ് വേർതിരിച്ചെടുത്തിരിക്കുന്നത്. 7 ക്രിസ്ത്യാനികളാണ് വേർതിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിപ്പോ കണ്ടത് ഉറങ്ങുന്ന ക്രിസ്ത്യാനി. പള്ളിയിൽ വന്ന ഉറക്കം, പ്രാർത്ഥനയ്ക്ക് വന്ന ഉറക്കം, ആരാധനയ്ക്ക് വന്ന ഉറക്കം, ഉറങ്ങുന്ന ക്രിസ്ത്യാനി. ഈ ദൈവത്തിന്റെ വചനം കേൾക്കാൻ വരുമ്പോൾ ഉറങ്ങരുത്. ഹല്ലേലൂയ. പള്ളി ആരാധനയ്ക്ക് പള്ളിയിൽ ചെല്ലുമ്പോൾ ആരാധനയ്ക്കായിട്ട് ദേവാലയത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുക. അച്ഛന്മാരും ഉദ്ദേശിമാരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് കുറെ അപശബ്ദങ്ങൾ കേൾക്കുന്നു. പ്രസംഗിച്ച അച്ഛൻ വിചാരിച്ചു എന്റെ പ്രസംഗത്തിന്റെ ആത്മീയ തീക്ഷ്ണതയിൽ അന്യഭാഷ പറയുകയാണ്. നോക്കിയപ്പോൾ എന്താണ്? പല സൗണ്ടിൽ കൂർക്കം വലിക്കുക. ദൈവവിശ്വാസിയെ ഉറങ്ങുന്നവനാകരുത്. ഉണരണം. നീ എന്തുകൊണ്ടാണ് ഉറങ്ങുന്നറിയാമോ? ഉറക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഉറക്കുന്നവൻ അവനെ വിട്ട് നീ എഴുന്നേൽക്കണം. ഉറക്കുന്ന പിശാചിനെ നീ വിട്ട് എഴുന്നേൽക്കണം. അവനിൽ നിന്ന് എഴുന്നേറ്റ് വരണം. കർത്താവ് പറയുന്നു, പൗലോസ് പറയുന്നു, നീ എഴുന്നേറ്റ് വന്നെങ്കിൽ മാത്രമേ എന്റെ പ്രകാശത്തെ കാണുവാൻ കഴിയത്തുള്ളൂ. എന്റെ പ്രകാശം എന്താണ്? കർത്താവ് പറഞ്ഞു, I am the light of the world. ജനത്തെ നോക്കി പറയുന്നു, You are the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്റെ പ്രകാശത്തെ നിങ്ങൾ കാണണം. എന്റെ പ്രകാശത്തെ കാണുവാനാണ് ഞാൻ നിങ്ങളെ വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. നിന്റെ വിശ്വാസ ജീവിതം ഉറക്കത്തിലൂടെ നീ മാറ്റിക്കളയരുത്. ഉറങ്ങുന്ന ക്രിസ്ത്യാനിയാകരുത്. അനേകം ഉറങ്ങുന്ന ക്രിസ്ത്യാനിയെ കാണുവാൻ കഴിയുന്നുണ്ടോ? ക്രിസ്ത്യാനികളെ കാണുവാൻ കഴിയുന്നുണ്ട്. നല്ല ശുശ്രൂഷകൾ ചെയ്യുവാനും ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാനും കഴിവുണ്ട്. പക്ഷെ ഉറക്കത്തെ മാറ്റുവാൻ താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഉറങ്ങുന്ന ക്രിസ്ത്യാനി. ഏഴാമത്തെ ക്രിസ്ത്യാനി പ്രകാശിക്കുന്ന ക്രിസ്ത്യാനി. Praise the Lord. Hallelujah. പ്രകാശിക്കുന്ന ക്രിസ്ത്യാനി. എന്ത് പ്രകാശം? Hallelujah. ദൈവത്തിന്റെ പ്രകാശം ഉള്ള ദൈവത്തിന്റെ മക്കൾക്ക് അവർക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. ഞങ്ങൾ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിലാണ്. വചനത്തിന്റെ പ്രകാശത്തിലാണ്. അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കണം. പ്രകാശിക്കണം. ദൈവത്തിന്റെ പ്രകാശം നമ്മളിലേക്ക് വരണം. ദൈവത്തിന്റെ പ്രകാശം വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ
ഇന്ന് രാത്രികാലം, ദൈവത്തിന്റെ പ്രകാശം ഇന്ന് രാത്രി കാണണം. ദൈവത്തിന്റെ പ്രകാശം ഇന്ന് രാത്രികാലം കാണണം. ദൈവത്തിന്റെ പ്രകാശത്തിൽ ആരാധിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ പ്രകാശത്തിൽ സകല അന്ധകാരങ്ങളും മാറിപ്പോകും. സകല അന്ധകാരങ്ങളും നീ മാറിപ്പോകും. നിന്റെ ഭവനത്തിൽ ഇരുന്നുകൊണ്ടോ നീ നിന്റെ ഭവനത്തിന്റെ ദൈവത്തിന്റെ പ്രകാശം പാടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പ്രകാശത്തിൽ പാടി പ്രാർത്ഥിച്ച് നിന്റെ ബന്ധനങ്ങൾ ഓരോന്നായി ദൈവം അഴിക്കും. നിന്റെ ബന്ധനം ഓരോന്നായി ദൈവം അഴിക്കും. നിന്നെ ഇരുട്ടിലേക്ക് നയിക്കപ്പെടുന്ന നിന്റെ വീട്ടിലേക്ക് നയിക്കപ്പെടുന്ന സകല ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. സകല ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. നീ ആത്മാർത്ഥതയോടെ നീ ആരാധനയോടെ ദൈവത്തിന്റെ പ്രകാശത്തിലിരുന്ന് ദൈവത്തിന്റെ പ്രകാശത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നിന്റെ കുഞ്ഞുങ്ങളുടെ രോഗത്തെ ദൈവം മാറ്റിത്തരും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ രോഗത്തെ നിന്റെ മാറ്റിക്കളയും. ഭവനത്തിന്റെ പ്രതിസന്ധികളെ മാറ്റിത്തരും. ഭവനത്തിന്റെ പ്രതിസന്ധികളെ മാറ്റിക്കളയും. ദൈവത്തെ ആരാധിച്ച കഴിയുമ്പോൾ ദൈവത്തെ ആരാധിച്ച് ഇത് ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ രോഗത്തിന്റെ അന്തരീക്ഷത്തെ മാറും. ഭവനത്തിന്റെ അന്തരീക്ഷം ഭവനത്തിന്റെ അന്തരീക്ഷം പ്രകാശമുള്ളതായി മാറും. പ്രകാശമുള്ളതായിട്ട് മാറും. ഹല്ലേലൂയ. 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 Praise the Lord. പ്രകാശത്തിൽ ഇന്ന് ദൈവത്തെ ആരാധിക്കണം. പ്രകാശത്തിലിരുന്ന് ദൈവത്തെ Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രകാശത്തിൽ ആരാധിക്കപ്പെടണം. പ്രകാശത്തിൽ ആരാധിക്കപ്പെടണം. അന്ധകാരത്തിൽ ഇന്ന് ആരാധിക്കരുത്. അന്ധകാരത്തിന്റെ ഇരുന്ന് നീ ആരാധിക്കരുത്. പ്രകാശിക്കുമ്പോൾ നീ ആരാധിക്കുമ്പോൾ ദൈവം നിന്നിൽ വസിക്കണം. ദൈവം നമ്മളിൽ വസിക്കണം. ദൈവം നിന്നോട് സംസാരിക്കണം. ദൈവം നമ്മളോട് സംസാരിക്കണം. നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ നാം ദൈവത്തോട് ദൈവം സംസാരിക്കണം. നമ്മോട് സംസാരിക്കണം. ദൈവം നമ്മോട് സംസാരിക്കണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ എന്നോട് അടുത്ത് വരുവീൻ. നിങ്ങൾ എന്നോട് അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളോട് അടുത്ത് വരാം. ഞാൻ നിങ്ങളോട് അടുത്ത് വരാം. പാതിയാണ്. നിങ്ങൾ എന്നോട് അടുത്ത് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ എന്നോട് അടുത്ത് വന്നെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോട് അടുത്ത് വരികയുള്ളൂ. ഞാൻ നിങ്ങളോട് അടുത്ത് വരികയുള്ളൂ. ഹല്ലേലൂയ. 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 കർത്താവിന്റെ സന്നിധിയിൽ നാം ആത്മാർത്ഥതയോടെ ഇന്ന് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. കർത്താവിന്റെ സന്നിധിയിൽ നാം ആത്മാർത്ഥതയോടെ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രകാശിക്കുന്ന ക്രിസ്ത്യാനിയാകണം. പ്രകാശിക്കുന്ന ക്രിസ്ത്യാനിയാണ്. എന്ത് പ്രകാശമാ? എന്ത് പ്രകാശം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആത്മീയ പ്രകാശം. ജീവിതത്തിന്റെ പ്രകാശം. ആത്മീയ ജീവിതത്തിന്റെ പ്രകാശം. രോഗശാന്തിയുടെ പ്രകാശം. രോഗശാന്തിയുടെ പ്രകാശം. ആത്മീയ അഭിഷേകത്തിന്റെ പ്രകാശം. ആത്മീയ അഭിഷേകത്തിന്റെ ഇന്ന് പ്രകാശം. രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഇന്ന് രാത്രി കാലം ഇതുവരെയും കർത്താവിന്റെ പ്രകാശത്തെ കാണുവാൻ കർത്താവിന്റെ പ്രകാശത്തെ നിനക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രികാലം കണ്ടുപോകണം. ഇന്ന് രാത്രി കണ്ടുകൊള്ളണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രകാശമുള്ളവരായി നീ പോകണം. പ്രകാശപൂർണമായിട്ട് കടന്നു പോകണം. പ്രകാശമുള്ളവരായി നീ കടന്നു പോകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ പ്രകാശം ഒരു ദുഷ്ടശക്തിയും തല്ലിക്കെടുത്തത്തില്ല. ദൈവത്തിന്റെ പ്രകാശം ഒരു ദുഷ്ടശക്തിക്കോ തള്ളിക്കളയുവാൻ തള്ളിക്കെടുത്തുവാൻ നിന്റെ സാധിക്കത്തില്ല. പ്രകാശത്തെ ആരും തകർത്ത് കളയത്തില്ല. നമ്മുടെ പ്രകാശത്തെ ആരും തകർത്ത് കളയത്തില്ല. കാരണം എന്താണ്? നീ ആരെ കണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്? നീ ആരെ കണ്ടാണ് നിന്റെ ഇറങ്ങിയിരിക്കുന്നത്? കൂട്ടുകാരനെ കണ്ടുകൊണ്ടല്ല. കൂട്ടുകാരനെ കണ്ടോണ്ടല്ല, നിന്റെ കൂട്ടുകാരിയെ കണ്ടുകൊണ്ടല്ല. കൂട്ടുകാരിയെ കണ്ടോണ്ടല്ല, അയൽക്കാരനെ കണ്ടുകൊണ്ടല്ല. അയൽവക്കക്കാരനെ കണ്ടുകൊണ്ടല്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനായ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തന്റെ ആ നിന്നുള്ളതുകൊണ്ട് വിശ്വസ്തയുടെ മധ്യത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വിശ്വസ്തനായ കർത്താവ് ആ വിശ്വസ്തനായ കർത്താവ് അവനെ കണ്ടാൽ നീ അവനെ കണ്ടോട് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ആ ദൈവത്തെ കണ്ട് മുൻപോട്ട് പോകുന്നത് കൊണ്ട് നിന്റെ ആത്മജീവിതത്തെ നിന്റെ ആത്മീയ ഒരു ജീവിതത്തെ ശത്രുവും തകർത്ത് ഒരു കളയുവാൻ ശത്രുവിനും തകർക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവം ഇന്ന് രാത്രികാലം Praise the Lord. അനുവദിക്കത്തില്ല. ദൈവം Praise the Lord. അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അനുവദിക്കത്തില്ല. Praise the Lord. പ്രകാശത്തിൽ ആരാധിക്കണം. പ്രകാശത്തില് ദൈവത്തെ ആരാധിക്കണം. ക്രിസ്ത്യാനിയാകരുത്. ഉറങ്ങുന്ന ക്രിസ്ത്യാനിയായി തീരരുത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ പറയുന്ന കാര്യം എന്താ അറിയാമോ? ഓരോ ദൈവമക്കളും ഓരോ ദൈവമക്കളും ദൈവം ചില പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. ദൈവം ചില പദ്ധതികൾ ആ കൊടുത്തിട്ടുണ്ട്. പദ്ധതി പ്രകാരം മുമ്പോട്ട് ആ പോകണം. പദ്ധതി പ്രകാരം നമ്മൾ മുന്നോട്ട് പോകണം. ദൈവം വെറുക്കുന്ന 10 കാര്യങ്ങളുണ്ട്. ദൈവം വെറുക്കുന്ന 10 കാര്യങ്ങൾ, ദൈവം വെറുക്കുന്ന ദൈവം വെറുക്കുന്ന 10 കാര്യങ്ങളുണ്ട്. 10 കാര്യങ്ങളുണ്ട്. അവയൊന്നും നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുവാൻ നിങ്ങൾ അനുവദിക്കരുത്. അതൊന്നും നമ്മുടെ വിശ്വാസത്തെ തകർത്തു കളയുവാൻ അനുവദിച്ചുകൂടാ. ഒന്നാമത്തെ കാര്യം കർത്താവ് പറയുന്നു, ഒന്നാമത്തെ കാര്യം കർത്താവ് പറയുന്നത് ഇരുമനസ്സുള്ളവരായിരിക്കരുത്. മനസ്സുള്ളവരാകരുത്. സങ്കീർത്തനം 119:113 ഇരു മനസ്സുള്ള ദൈവപൈതലായി നീ ആകരുത്. ഇരു മനസ്സുള്ള ദൈവ പൈതലായിട്ട് മാറരുത്. രണ്ട് മനസ്സ്. ദേവാലയത്തിൽ പോകുമ്പോൾ ഒരു മനസ്സ്, ദേവാലയത്തിൽ പോകുമ്പോൾ ഒരു മനസ്സ്, ദേവാലയത്തിൽ ഇറങ്ങുമ്പോൾ മറ്റൊരു മനസ്സ്, ദേവാലയത്തിന്റെ പുറത്ത് വരുമ്പോൾ മറ്റൊരു മനസ്സ്, കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ ഒരു മനസ്സ്, കൂട്ടായ്മയ്ക്ക് പങ്കെടുക്കുമ്പോൾ ഒരു മനസ്സ്, കൂട്ടായ്മ ഇറങ്ങി പോകുമ്പോൾ മറ്റൊരു മനസ്സ്, കൂട്ടായ്മ കഴിഞ്ഞു പോകുമ്പോൾ മറ്റൊരു മനസ്സ്, കൂട്ടായ്മയ്ക്ക് കടന്നു പോകുമ്പോൾ കൂട്ടായ്മയ്ക്ക് കടന്നു പോകുമ്പോൾ നല്ല ചിന്ത. ദൈവത്തെ ആരാധിക്കണം. സാക്ഷ്യം പറയണം, സാക്ഷ്യം പറയണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. നല്ല മനസ്സോടാ പോകുന്നത്. നല്ല മനസ്സോടു കൂടിയാണ് പോകുന്നത്. നല്ല ചിന്തയാണ്. ഇറങ്ങിക്കഴിയുമ്പോൾ
ഇറങ്ങിക്കഴിയുമ്പോൾ പ്രസംഗിക്കുന്ന ഉദ്ദേശിച്ച കുറ്റം പറയുന്ന മനസ്സ്, പ്രസംഗിക്കുന്ന ഉപദേശിയെ കുറ്റം പറയുന്ന മനസ്സ്, പ്രസംഗിക്കുന്ന അച്ഛനെ കുറ്റം പറയുന്ന മനസ്സ്, പ്രസംഗിക്കുന്ന അച്ഛനെ കുറ്റം പറയുന്ന മനസ്സ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്ന മനസ്സ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്ന മനസ്സ്, വിശ്വാസ ജീവിതത്തിൽ ഉറപ്പില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന വിശ്വാസിയാകരുത്. ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുക. ഇരുമനസ്സാകരുത്. നീ തകർന്നു പോകും. ദൈവത്തിന്റെ സന്നിധി തകർന്നു പോകും. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം പറയുന്നത് സകല വ്യാജ മാർഗവും നീ വിടണം. സകല വ്യാജമാർഗവും വിടേണ്ടതായിട്ടുണ്ട്. സകല വ്യാജമാർഗവും നീ വിട്ടു. സകല വ്യാജമാർഗം വിട്ടുകളഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ജീവിക്കുവാനുള്ള സകല കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. സകല വ്യാജ മാർഗത്തെയും ഉപേക്ഷിക്കപ്പെടണം. നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഈ സമൂഹം എന്നെ പഴിക്കുമല്ലോ, കൂട്ടുകാരനെ പഴിക്കുമല്ലോ, എന്റെ വിശ്വാസികൾ എന്നെ കുറ്റം പറയുമല്ലോ. അതുകൊണ്ട് എന്റെ വ്യാജമാർഗത്തിൽ തന്നെ മുമ്പോട്ട് പോകും. വ്യാജമാർഗത്തിലൂടെ നീ കടന്നു പോകരുത്. നാലാമത്തെ കാര്യം ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം ഉണ്ടാകരുത്. ഉപായം നിരൂപിക്കുന്ന ഹൃദയം ഉണ്ടാകരുത്. നിരൂപായം നിരൂപിക്കുന്ന വ്യാജ ഹൃദയം ഉണ്ടാകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുർചിന്തകൾ ആത്മീയമായി ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതൽ മറ്റൊരുവനെ സ്നേഹിക്കാൻ ഒരുങ്ങണം. മറ്റൊരുവനെ സ്നേഹിക്കുവാൻ കഴിയണം. നിന്റെ സംസാരം കൊണ്ട് ഒരു സംസാരമുണ്ട്. നിന്റെ സംസാരം കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. സഭയെ തകർക്കരുത്. സഭയെ വേദനിപ്പിക്കരുത്. സഭയെ നശിപ്പിക്കരുത്. നിന്റെ സംസാരം നേരെയുള്ള സംസാരമായിരിക്കണം. ഹല്ലേലൂയ. ദുരുപായം നിരൂപിക്കരുത്. ഹല്ലേലൂയ. ആരാധന കഴിഞ്ഞു വീട്ടിൽ പോയിരുന്ന് സഭാജനത്തെ വിളിച്ച് അവരുടെ നേരെ കള്ളം പറഞ്ഞു സഭയെ തകർക്കുന്ന ക്രിസ്ത്യാനിയാകരുത്. ഹല്ലേലൂയ. സകല വ്യാജ മാർഗങ്ങളെയും ഉപേക്ഷിക്കുന്നവനായിരിക്കണം. അടുത്തത് വചനം പറയുന്നത് ദുഷ്ടനെ നീതീകരിക്കുന്നവൻ ആകരുത്. നീതിമാനെ കുറ്റം വിധിക്കുന്നവനാകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടനെ നീതീകരിക്കുന്നവനാകരുത്. ക്രിസ്തുവിനെ നീതീകരിക്കുന്നവനാകരുത്. ദുഷ്ടനെ നീതീകരിക്കുന്നവനാകരുത്. പാപം ചെയ്തിട്ട് അവൻ ചെയ്ത തെറ്റാണ് സമ്മതിക്കാതെ അവനെ ന്യായീകരിക്കുകയാണ്. അവന് കുഴപ്പമൊന്നുമില്ല. അവന് പ്രായമായില്ല. അല്ലെങ്കിൽ അവൻ പ്രായം ചെന്ന ആളല്ലേ. പ്രായമുള്ള ആള് ന്യായീകരിക്കരുത്. തെറ്റാണെങ്കിൽ തന്നെ പറയണം. തെറ്റാണെന്ന് കൃത്യമായിട്ട് പറയപ്പെടണം. ദൈവത്തിന് സ്തോത്രം. നീതീകരിക്കരുത്. ദുഷ്ടനെ നീതീകരിക്കരുത്. നീതിമാനെ കുറ്റം വിധിക്കരുത്. വിശ്വാസിയായി ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഒരു മക്കളെയും വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. ആരാണ് വിധിക്കുന്നവൻ അവൻ വിധിച്ചുകൊള്ളും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനാകരുത്. ഈ കാര്യങ്ങൾ പോയിന്റുകൾ എന്താണെന്നറിയാമോ? ഈ പോയിന്റുകൾ എന്തെല്ലാമാണെന്ന് അറിയാമോ? ദൈവം വെറുക്കുന്ന കാര്യമാണ്. സഹോദരന്മാരുടെ ഇടയിൽ സഹോദരിമാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവരാകരുത്. അങ്ങനെ ദൈവം വെറുക്കുകയാണ്. ദൈവം എന്ന് വെറുക്കുന്നു. നീ വെറുതെ ശാസ്ത്രം പറയാ, വെറുതെ ശാസ്ത്രം പ്രാർത്ഥിക്കുക, വെറുതെ ആരാധനയ്ക്ക് കൂടുകയാണ്. ദൈവം വെറുക്കുകയാണ്. ദൈവം വെറുത്താൽ ആരാധന രക്ഷിക്കുന്നത്? ആരാധനയെ ഉദ്ദേശിക്കുന്നത് ആരാണ് നിന്നെ രക്ഷിക്കുന്നത്? ദൈവം വെറുത്താൽ പ്രാർത്ഥിക്കാതെ രക്ഷിക്കുമോ? ബാക്കി ആളുകൾ രക്ഷിക്കുമോ? പാർട്ടിക്കാർ രക്ഷിക്കുമോ? കൂട്ടുകാർ രക്ഷിക്കുമോ? അയൽവക്കക്കാർ രക്ഷിക്കുമോ? ഹല്ലേലൂയ.
രക്ഷിക്കുവാൻ ഒരുവൻ മാത്രമേയുള്ളൂ. ഒരുവൻ മാത്രമേ അവന്റെ ഉള്ളൂ. പേരാണ് യേശുക്രിസ്തു. ഓ, അവന്റെ പേരാണ് യേശു. Praise the Lord. Praise the Lord. Hallelujah. 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 മാരടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ നുണകളെ പറഞ്ഞ് വഴക്കുണ്ടാക്കിപ്പിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നുണകൾ പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. സഭയെ തകർക്കുകയില്ലയോ, സഭയെ തകർക്കുക, കൂട്ടായ്മയെ തകർക്കുകയില്ലയോ, കൂട്ടായ്മയെ തകർക്കുകയല്ലേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയ ബന്ധം നഷ്ടപ്പെടുത്തുകയില്ലയോ. ആത്മീയ ബന്ധം നഷ്ടപ്പെടുത്തുകയല്ലോ. ദൈവവചനം പറയുന്നു, ദൈവവചനം പറയുന്നു, ഇങ്ങനെയുള്ളവരെ ദൈവം വെറുക്കുന്നു. Praise the Lord. ഇങ്ങനെയുള്ളവരെ ദൈവം വെറുക്കുന്നു. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം ഈ പറയപ്പെട്ട കാര്യങ്ങൾ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം വെറുക്കുന്നവനാകരുത്, ദൈവം വെറുക്കുന്നവനാകരുത്, ക്രിസ്ത്യാനിയാകരുത്, മരിച്ച ക്രിസ്ത്യാനിയാകരുത്, ക്രിസ്തു പ്രകാശിക്കുന്നവനാകണം. ക്രിസ്തു പ്രകാശിക്കുന്നവർ എങ്കിൽ ആകണം. മാത്രമേ നിന്റെ വിശ്വാസ ജീവിതം മുൻപോട്ട് നയിക്കാൻ എങ്കിൽ കഴിയുള്ളൂ. മാത്രമേ നമ്മുടെ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് കടന്നു പോവുകയുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നു, Who are the children of God? Who are the children of God? ആരാകുന്നു ദൈവത്തിന്റെ മക്കൾ? ആരാകുന്നു ദൈവത്തിന്റെ മക്കൾ? ആരാണ് ദൈവത്തിന്റെ മക്കൾ? ആരാണ് ദൈവത്തിന്റെ മക്കൾ? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ Praise the മക്കളാണ്. Lord. Praise the Lord. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകൊക്കിയാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. Praise the Lord. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളാണ്. Praise the Lord. Praise the Lord. മുമ്പേ പറഞ്ഞു, മുമ്പേ പറഞ്ഞത്, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പിന്മാറി പോയാൽ മടങ്ങി വരണം. കാരണം എന്തോ? നീ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ്. മടങ്ങി വരണം. അങ്ങനെ ജീവിക്കുവാൻ നല്ല ദൈവം അനുവദിക്കുന്നത്. അങ്ങനെ ജീവിക്കുവാനാണ് ദൈവം നിന്നെ അനുവദിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളാണ്. Praise the Lord. Praise the Lord. രണ്ടാമത്തെ വാക്യം, റോമാലേഖനം 9-ാം അധ്യായം 9-ാം അധ്യായം 8-ാം വാക്യം. 8-ാം വാക്യം. അവിടെ പറയുന്നത് വാഗ്ദത്തപ്രകാരം ജനിച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ. വാഗ്ദത്തപ്രകാരം ജനിച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ. വാഗ്ദത്തപ്രകാരം ജനിച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ. വാഗ്ദത്തപ്രകാരം ജനിച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ. ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞത് എന്താണോ? അവിടെ എന്താണ് പറയുന്നത്? ജഡപ്രകാരം ജനിച്ചവരല്ല ദൈവത്തിന്റെ മക്കൾ. ജഡപ്രകാരം ജനിച്ചവരല്ല ദൈവത്തിന്റെ മക്കൾ. വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ. വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജഡത്താൽ ജനിച്ചത് ജഡമാണ്. ജഡത്താൽ ജനിച്ചത് ജഡമാണ്. എങ്ങനെയാണ് വാഗ്ദത്ത പ്രകാരം ജനിക്കുന്നത്? എങ്ങനെയാണ് വാഗ്ദത്ത പ്രകാരം ജനിക്കുന്നത്? ഒരു മനുഷ്യന് രണ്ട് ജനനമുണ്ട്. ഒന്ന് ജഡത്താൽ ജനിക്കുന്നു, ഒന്ന് ജഡത്താൽ ജനിക്കുന്നു. രണ്ടാമത് ആത്മീയമായ ഒരു ജനനം. അതെന്താണ്? ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനപ്പെടുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയാണ്. ജീവന്റെ പേര് എഴുതുകയാണ്. ആദ്യമായി നിനക്കൊരു ജീവനും ജനനം കർത്താവ് തരികയാണ്. ഒരു ജനനം കർത്താവ് നൽകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാഗ്ദത്ത പ്രകാരം ജീവിക്കണം. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ നന്നായിട്ട് മുമ്പോട്ട് നയിക്കുവാൻ നമുക്ക് കഴിയും. നശിപ്പിക്കുവാൻ കഴിയും. നശിപ്പിക്കാൻ ഒരുപാട് വഴികളുണ്ട്. നിരവധി വഴികളുണ്ട്. ജീവിക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒറ്റ വഴി മാത്രം. യേശുവിലേക്ക് നോക്കുക. ജീവൻ തരുന്നവനാണ്. ആത്മീയമായി ജീവിക്കണമോ? ജീവിക്കണമോ? ദൈവത്തിന്റെ മകനാകണോ? ജീവിക്കണമെങ്കിൽ യേശുവിലേക്ക് നോക്കുക. ദൈവം തരുന്ന വാഗ്ദത്തത്തെ ഒരിക്കലും ദൈവം മറക്കുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ മകനായി ജീവിക്കണം. ദൈവത്തിന്റെ മകനായിട്ട് ജീവിക്കണം. ഇനി അനേക വിശ്വാസികൾ സമൂഹത്തിലുണ്ട്. അനേകം വിശ്വാസികള് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങളാണ് ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന ദൈവ പൈതലേ, വിശ്വാസത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വിശ്വാസ ജീവിതത്തിലേക്കാണോ ജീവിക്കുന്നത്? നീ ദൈവിക ചിന്ത പ്രകാരമാണോ ജീവിക്കുന്നത്? ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം അത് നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
ഇല്ലെങ്കിൽ നീ ദൈവ പൈതലല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഒരു ഉണ്ടാകട്ടെ. വാക്യം വായിച്ചു വെച്ച് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 29-ാമത്തെ വാക്യം. 29-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അതെ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിലുള്ളവർ ഹല്ലേലൂയ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം മക്കളുമാകുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്ന കാര്യം എന്താണ്? അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അബ്രഹാം ആരാണ്? വിശ്വാസികളുടെ പിതാവാണ്. വിശ്വാസികളുടെ പിതാവാണ്. ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് ഇറങ്ങി തിരിച്ച ദൈവത്തിലാണ്. ദൈവത്തെ മാത്രം നോക്കി ഇറങ്ങി തിരിച്ച പിതാവാണ്. ഹല്ലേലൂയ. 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 ദൈവത്തിൽ നോക്കിക്കൊണ്ട് വിശ്വാസ ജീവിതം നയിക്കണം. ദൈവത്തെ നോക്കിക്കൊണ്ട് വിശ്വാസ ജീവിതത്തെ നയിക്കപ്പെടണം. നമുക്കറിയാമല്ലോ, അങ്ങനെ അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനവധിയായി വന്നു. പ്രതിസന്ധി നിരവധി കടന്നു വന്നു. അനവധിയായി വന്നു. കഷ്ടങ്ങൾ അനവധിയായിട്ട് ഹല്ലേലൂയ. ഇതെല്ലാം സഹിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു. നമുക്കറിയാം അബ്രഹാമിന്റെ പിതാവ് തേരഹ് വിഗ്രഹാരാധിയായിരുന്നു. ഒരു വിഗ്രഹ ആരാധന വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അനേകർക്ക് കൊടുക്കുകയാണ്. അനേകർക്ക് കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപാട് പ്രതിമകൾ പല രൂപത്തിൽ പല ഭാവനയിലുള്ളവർ പല നിറത്തിൽ പല സ്വരൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട് വെച്ചിരിക്കുകയാണ്. പല സ്വരൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്റെ പിതാവിന് ഈ പ്രതിമകളെ വിൽക്കുന്ന ബിസിനസ് ആയിരുന്നു. അബ്രഹാമിന്റെ പിതാവ് തേരഹിന് വിഗ്രഹ കച്ചവടമായിരുന്നു. ഒരിക്കൽ അബ്രഹാം ഇതിലൊന്നും താല്പര്യമില്ല. അബ്രഹാമിന് ഈ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. ചരിത്രം പറയുന്നു അബ്രഹാം തന്റെ പിതാവായ തേരഹ് അബ്രഹാമിനോട് പറഞ്ഞു. തേരഹ് അബ്രഹാമിനോട് ഇപ്രകാരം പറഞ്ഞു, മകനെ എനിക്ക് ഇന്ന് വളരെ ക്ഷീണമാണ്. ഇന്ന് എനിക്ക് വളരെ ക്ഷീണമാവുന്നു. നീ ഒരു കാര്യം ചെയ്യണം. എന്റെ കട പോയി തുറക്കണം. അവിടെയുള്ള വിഗ്രഹങ്ങളെ വരുന്നവർക്ക് നീ വിറ്റോണം. അവിടെയല്ല ഇരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം എടുത്ത് വിൽക്കണം. അബ്രഹാം പ്രകാരം മുൻപോട്ട് കടന്നുപോയി. അബ്രഹാം ചെന്ന് നോക്കപ്പെടുമ്പോൾ തന്റെ പിതാവിന്റെ കടയെല്ലാം വിഗ്രഹങ്ങൾ കൊണ്ട് ദൈവങ്ങളെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുക. തന്റെ പിതാവിന്റെ കടകൾ വിഗ്രഹങ്ങളെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുക. ചരിത്രത്തിൽ പറയുന്ന കാര്യമാണ്. ചരിത്രത്തിൽ പറയുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ, അബ്രഹാം ചെന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അനേകം ദൈവങ്ങൾ ഇരിക്കുകയാണ്. അബ്രഹാമിന് മനസ്സിലായി പിതാവ് ക്ഷീണിച്ച് വീട്ടിലിരിക്കുക. ഒരു വടിയെടുത്തു ഒരറ്റം മുതൽ അറ്റം വരെ എല്ലാ ദൈവത്തെ അടിച്ചോടിച്ചു. അങ്ങനെ നിൽക്കുമ്പോ ഒരു ദൈവം ഇങ്ങനെ നോക്കി നിൽക്കുക. അബ്രഹാം എന്ത് ചെയ്യുന്നു? അതെടുത്ത് കക്ഷത്തിലേക്ക് അദ്ദേഹത്തിന്റെ വിഗ്രഹത്തിന്റെ കക്ഷത്തിലേക്ക് അബ്രഹാമിന്റെ കയ്യിലിരിക്കുന്ന വടി വെച്ചു കൊടുത്തു. ഇങ്ങനെ ഇരിക്കുക. സന്ധ്യയായി കടയടച്ചു. വീട്ടിൽ പോയി. തേരഹ് രാവിലെ കട തുറന്നു. അത്ഭുതപ്പെടുന്നു. എല്ലാ ദൈവങ്ങളെയും അടിച്ച് തരിപ്പണമാക്കിയിരിക്കുന്നു. അബ്രഹാമിനെ വിളിച്ചു. നീ എന്താണ് കാണിച്ചിരിക്കുന്നത്? എന്താണ് കാണുന്നത്? ഈ ദൈവങ്ങളെല്ലാം അടിച്ചു ആരാണ്? ഈ ദൈവങ്ങളെല്ലാം അടിച്ച് തകർത്തത് ആരാണ്? അബ്രഹാം പറഞ്ഞു ആ വടിയും പിടിച്ചിരിക്കുന്ന ആ വ്യക്തിയാണെന്ന് പറഞ്ഞു. ആ വടിയും പിടിച്ചിരിക്കുന്ന വ്യക്തിയാണോ എന്ന്. അപ്പോൾ അബ്രഹാമേ, ജീവനില്ല. എങ്ങനെ അടിച്ചു? അബ്രഹാം പറയുന്നു ജീവനുള്ള ദൈവം അല്ലെങ്കിൽ എന്തിനെ ആരാധിക്കുന്നു? എന്തിനെ വിഗ്രഹത്തെ ആരാധിക്കുന്നു? മനസ്സിലായി. ഞാൻ വിഗ്രഹം വിട്ട് ദൈവമില്ലാത്ത ജീവിതത്തിൽ അനേകർക്ക് ദൈവത്തെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ എടുത്ത വസ്തുക്കൾ ഉണ്ടാക്കിയ പ്രതിമകളെയാണ് ഞാൻ കൊടുത്തത്. ഇതുവരെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാതെ വിഗ്രഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ദൈവങ്ങളെയാണല്ലോ ഞാൻ ആരാധിച്ചത്. അവിടെ വെച്ച് തന്റെ കട ക്ലോസ് ചെയ്യും. അവിടെ വെച്ച് എല്ലാ തരത്തിലുള്ള വ്യാപാരങ്ങളും നിർത്തി. അങ്ങനെ വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചതായ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് അബ്രഹാമിന്റെ സന്തതിയായിരിക്കണം. നീ അബ്രഹാമിന്റെ സന്തതിയാണ്. ജഡപ്രകാരം അബ്രഹാമിന്റെ സന്തതിയും ജഡപ്രകാരം ദൈവത്തിന്റെ മകനുമായി ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തപ്രകാരം ജനിച്ചവനായിരിക്കണം. ദൈവത്തിന്റെ മകനാണെങ്കിൽ വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. ആ
വാഗ്ദത്ത പ്രകാരം ജീവിക്കുവാൻ ആ വാഗ്ദത്ത പ്രകാരം ജീവിക്കുവാൻ ആവശ്യമാകും. നമ്മൾ ഒരുങ്ങേണ്ടത് ആവശ്യമായി. നീ കാണുന്നിടത്തെല്ലാം പോയി മുട്ടുകുത്താനുള്ളതല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. കാണുന്നിടത്തെല്ലാം മുട്ടുകുത്തുവാൻ പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം നിനക്ക് പറയുന്നു, ബോധിച്ച സ്ഥലത്ത് പോയി ആരാധിക്കരുത്. നിനക്ക് ബോധിച്ച സ്ഥലത്ത് പോയി ആരാധിക്കരുത്. നിനക്ക് ബോധിച്ച സ്ഥലത്ത് പോയി നീ യാഗം കഴിക്കരുത്. നിനക്ക് ബോധിച്ച സ്ഥലത്ത് പോയി യാഗം കഴിക്കരുത്. ദൈവത്തെ ആരാധിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, ദൈവത്തെ ആരാധിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആലയത്തിൽ പോയി ദൈവ മക്കളോട് ചേർന്ന് ദൈവത്തിന്റെ മക്കളോട് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കണം. ബോധിച്ച സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കരുത്. ബോധിച്ച സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വിദേശത്തായിരുന്നപ്പോൾ, തിരുമേനി വിദേശത്തായിരിക്കുമ്പോൾ, ഞങ്ങൾ ആദ്യം ഞങ്ങൾ താമസിച്ചത് ഫിലദൽഫിയയിലാണ്. ആദ്യം ഫിലദൽഫിയയിൽ ആണ്. ഇപ്പോൾ ഞങ്ങൾ മേരിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മേരിലാൻഡ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. ഫിലദൽഫിയയിൽ താമസിച്ചിരുന്നപ്പോൾ, ഫിലദൽഫിയയിൽ താമസിച്ചുകൊണ്ട് അവിടെ അനേക മർത്തോമ ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അനേക മർത്തോമൈറ്റ്സ് ഫ്രണ്ട്സ് തിരുമേനിക്കുണ്ടായിരുന്നു. അവിടെ അച്ഛന്മാരെല്ലാം എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അവിടുത്തെ അച്ഛന്മാര് തിരുമേനിയുടെ ഫ്രണ്ട് ആയിരുന്നു. അവിടുത്തെ എക്യുമെനിക്കൽ മീറ്റിംഗിൽ നമ്മൾക്ക് കടന്നു പോകും. എക്യുമെനിക്കൽ മീറ്റിംഗിന് കടന്നു പോകും. അവിടേക്ക് അവർ നമ്മൾ വളരെ അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അനേകം ആളുകൾ തിരുമേനിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു പോകുന്നു. ഞാൻ ചോദിച്ചു അച്ഛനോടോ, തിരുമേനിയെ ഒരു അച്ഛനോട് ഇപ്രകാരം ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ 3 കുരിശ് വെച്ചിരിക്കും. അവിടെ 3 കുരിശ് വെച്ചിരിക്കും. ഞാൻ ചോദിച്ചു, തിരുമേനി ചോദിച്ചു, അച്ഛാ ഈ 3 കുരിശ് എന്തിനാണ് നമ്മുടെ പള്ളിക്കകത്ത് വെക്കുന്നത്? ഈ 3 കുരിശ് എന്തിനാണ് പള്ളിയിൽ വെച്ചിരിക്കുന്നത്? കർത്താവ് ഒരു കുരിശിലല്ലേ തൂങ്ങിയത്? കർത്താവ് ഒരു കുരിശിലല്ലേ തൂങ്ങിയത്? അച്ഛൻ പറഞ്ഞതോ? അച്ഛൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇടത്തും വലത്തും 2 പേരുണ്ടല്ലോ. ഇടത്തും വലത്തും 2 പേരുണ്ടല്ലോ. അവരെയും കൂടെ ഞങ്ങൾക്ക് വേണം. അവരെയും കൂടെ ഞങ്ങൾക്ക് വേണം. ആരാണ്? പിടിച്ചുപറിക്കാർ, കൊലപാതകന്മാർ, വ്യഭിചാരികൾ, മദ്യപാനികൾ, അങ്ങനെ ലോകത്തുള്ള സകല കുറ്റങ്ങളും ചെയ്യുന്നതായ കുറ്റവാളികളാണ് യേശുവിന്റെ ഇടത്തും വലത്തും കിടക്കുന്നത്. ഇടത്തും വലത്തും പലതരത്തിലുള്ള അധാർമികതയ്ക്ക് പേര് കേട്ടവർ. അപ്പൊ അച്ഛൻ ഞാൻ ചോദിച്ചു, അപ്പൊ തിരുമേനി ചോദിച്ചു, എന്തിനാണ് അവരെ നിങ്ങൾ ആരാധിക്കുന്നത്? അവരെ എന്തിനാണ് നിങ്ങൾ? അവർക്ക് വേണ്ടി കുരിശ് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അവർക്ക് വേണ്ടി എന്തിനാണ് കുരിശ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? അതൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭയങ്കര കാര്യമാണ്. അതൊരു വലിയ കാര്യമാണ്. അച്ഛൻ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. അച്ഛൻ ചോദിച്ചുകൊണ്ട് മാത്രം പറയാം. ഞങ്ങളുടെ സഭകളിൽ അനേക സഭകളിൽ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. അനേക കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജസ്, അനേക സ്ഥാപനങ്ങൾ, അനേക ആശുപത്രികൾ, അനേക ഹോസ്പിറ്റൽസ്, വിലപിടിപ്പുള്ള അനേക സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയെല്ലാം എന്താണ് നടക്കുന്നത്? അവിടെയെല്ലാം എന്താണ് എന്നോട് പറയുക, അച്ഛാ, ഒരു പാവപ്പെട്ട ഒരു വ്യക്തി ഏതിന്റെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ, ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിനെ സമീപിച്ചാൽ, കൂടി വന്നാൽ 1 ലക്ഷത്തിന്റെ ചെലവേ വരുന്നുള്ളൂ. 1 ലക്ഷത്തിന്റെ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. അവര് പറയുന്നു 10 ലക്ഷം രൂപ വേണം, 10 ലക്ഷം വേണം, 50 ലക്ഷം വേണം, 50 വേണം. ഇത് കേൾക്കപ്പെടുമ്പോൾ പാവപ്പെട്ട വ്യക്തികൾ നിലവിളിക്കുക. ഇതിൽ കൊടുത്തെങ്കിൽ അവർ ഓപ്പറേഷൻ ചെയ്യത്തില്ല. അവർ ആ ഓപ്പറേഷൻ മരിച്ചു പോകും. അവർ ഓപ്പറേഷൻ വേണ്ട എന്ന് വെച്ചിട്ട് സ്വയം മരിച്ചു പോകും. അച്ഛൻ പറയുന്നു, അച്ഛാ, അതിനുവേണ്ടിയാണ് ഇവന്മാരെ ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവന്മാരെ പിടിച്ചു പറിക്കുകയാണ്. പാവപ്പെട്ടവരുടെ പണം അപകരിക്കുകയാണ്. പാവപ്പെട്ടവരുടെ പണം അപഹരിക്കപ്പെടുകയാണ്. നിസ്സാരമായി ചെറിയ ഓപ്പറേഷൻ ചെയ്ത് തീർക്കേണ്ടതായ വ്യക്തികൾ നിസ്സാര ചെലവിൽ ഓപ്പറേഷൻ ചെയ്യപ്പെടേണ്ട ട്രീറ്റ്മെന്റ് ലക്ഷങ്ങൾ മേടിച്ച് ചെയ്യുകയാണ്. ലക്ഷങ്ങൾ ചെലവ് വരുത്തുകയാണ് ബോധപൂർവ്വം. ഞങ്ങൾ പിടിച്ചു പറിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കള്ളന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഞങ്ങളുടെ കോളേജുകളിൽ പോയാൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ ചെല്ലണമെങ്കിൽ പഠിക്കുവാൻ ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുക്കണം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കാശുകൾ കൊടുത്തെങ്കിൽ മാത്രമേ ലക്ഷക്കണക്കിന് ക്യാഷ് അവിടെ ഞങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് ഇവരെയും ആവശ്യമാണ്. ഞങ്ങൾ അവരെ കൊള്ളയടിക്കുകയാണ്. ഞങ്ങൾ അവരെ പിടിച്ചു പറിക്കുകയാണ്. അവരെ ഞങ്ങൾ അപായപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നല്ല വിവരവും വിദ്യാഭ്യാസവും കഴിവുള്ള കുട്ടികളാണെങ്കിൽ, നല്ല വിവരവും നല്ല ബോധ്യമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും, അവരുടെ പാവപ്പെട്ട കുട്ടികളാണെങ്കിൽ, അവരെ ഞങ്ങൾ തട്ടിക്കളയും. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യം? എന്താണ് ഈ സാമൂഹ്യ പരിവർത്തന കുട്ടികൾ, ദളിതരായ കുട്ടികൾ, ദളിത് കുഞ്ഞുങ്ങളെ, കഴിവുള്ള കുട്ടികൾ, മിടുക്കന്മാരായി പഠിച്ചു ഉയർന്നു വരുമ്പോൾ, അവർ പഠിച്ച് കടന്നു വരുമ്പോൾ മാനസികമായി തകർത്ത് കളയുന്ന
മാനസികമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ പീഡനങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല. അവർക്ക് ജീവിക്കാൻ അവരെ തളർത്തുകയാണ്. അവരെ തകർക്കുകയാണ്. അവരെ കൊല്ലുകയാണ്. അവരെ കൊന്നുകളയുകയാണ്. അതുകൊണ്ടാണ് അച്ഛാ ഈ കള്ളന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഈ കള്ളന്മാരെ കുരിശ് ഞങ്ങൾ വഴികളിൽ വെക്കുന്നത്. ഈ കള്ളന്മാരുടെ കുരിശ് ഞങ്ങൾ ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചു. മറ്റൊരു കാര്യം തിരുമേനി ചോദിച്ചു. അച്ഛാ ഈ കുരിശെല്ലാം സ്വർണവും വെള്ളിയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണല്ലോ. ഈ കുരിശെല്ലാം സ്വർണവും വെള്ളിയും കൊണ്ടുണ്ടാക്കിയതാണ്. യേശു ഇതിലാണ് ക്രൂശിക്കപ്പെട്ടത്. യേശു എന്തിനാണ് ക്രൂശീകരിക്കപ്പെട്ടത്? യേശു ഈ ക്രൂശിലാണോ ക്രൂശിക്കപ്പെട്ടത്? യേശു ഈ ക്രൂശിലാണോ ക്രൂശീകരിക്കപ്പെട്ടത്? സ്വർണ്ണക്കുരിശായിരുന്നോ? സ്വർണ്ണക്കുരിശായിരുന്നു. വെള്ളിയായിരുന്നോ? വെള്ളിയായിരുന്നു. ജംബോ പിച്ചളയായിരുന്നു. ജംബോ പിച്ചളയായിരുന്നു. ഈ ഒരു ക്രൂശിലല്ലേ കർത്താവ് മരിച്ചത്? ഈ ക്രൂശിൽ അല്ലേ കർത്താവ് മരിച്ചത്? കർത്താവ് മരിച്ചത് വെറും മരക്കുരിശിലാണ്. വെറും മരം കുരിശിലാണ്. ഞാൻ ചോദിച്ചു, ഒരു മരക്കുരിശ് വെച്ചോട്ടെ. തിരുമേനി ചോദിച്ചു, ഒരു മരക്കുരിശ് വെച്ച് കൊള്ളട്ടെ. അച്ഛൻ പറയുകയാണ്, ആർക്ക് വേണം? ആർക്ക് വേണം? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മരക്കുരിശ് ആർക്ക് വേണം? ഈ മരക്കുരിശ് ആർക്ക് വേണം? ആർക്കും വേണ്ടാത്ത മരം. ആർക്കും വേണ്ടാത്തതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് പൊന്നിന്റെയും വെള്ളിയുടെയും അതുപോലെ വിലപിടിപ്പുള്ള കുരിശാണ് ഞങ്ങൾക്ക് വേണ്ടത്. വിലപിടിപ്പുള്ള കുരിശാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഹല്ലേലൂയ. ഈ മരക്കുരിശ് ആർക്ക് വേണം? ഈ മരക്കുരിശ് ആർക്കാണ് വേണ്ടത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പൈതലേ, ഞാൻ നമ്മുടെ പള്ളി ചെന്നപ്പോൾ, നമ്മുടെ ദേവാലയത്തിൽ ചെന്നപ്പോൾ പല പള്ളികളിൽ മരക്കുരിശാ. പല പള്ളികളിലും മരക്കുരിശാണ്. സ്വർണം വെള്ളിയൊന്നും മേടിക്കാൻ നമുക്ക് കാശില്ല. സ്വർണവും വെള്ളിയും മേടിക്കുവാൻ നമുക്ക് കാശ്. നമുക്കുള്ളത് കർത്താവ് തൂങ്ങിയത് ആ കുരിശ് മാത്രം മതി. കർത്താവ് യേശു കുരിശ് ക്രൂശീകരിക്കപ്പെട്ട കുരിശ് മാത്രമേ ഉള്ളൂ. ആ കുരിശാണ് നമ്മുടെ മുഖ്യ പള്ളികളിലുള്ളത്. ആ കുരിശാണ് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും കാണുവാൻ സാധിക്കുന്നത്. മറ്റൊരു പള്ളി ചെന്നപ്പോൾ, മറ്റൊരു ദേവാലയത്തിൽ ചെന്നപ്പോൾ ഒരു കുരിശുമില്ല. അവിടെ ഒരു കുരിശുമില്ല. അപ്പൊ അടുത്തിരുന്ന കൈക്കാരൻ പറഞ്ഞു, അടുത്തിരിക്കുന്ന കൈക്കാരൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഉള്ളപ്പോ പിന്നെ വേറെ കുരിശ്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണോ മറ്റൊരു കുരിശ്? അടുത്തിരിക്കുന്ന മറ്റൊരാൾ പറഞ്ഞു, പറഞ്ഞു, ഇവിടെ 3 കുരിശുണ്ട്. അച്ഛാ ഇവിടെ 3 കുരിശുണ്ട്. അതാരൊക്കെയാ? കൈക്കാരൻ, ഒന്നാം കൈക്കാരൻ, രണ്ടാം കൈക്കാരൻ, സെക്രട്ടറി. 3 കുരിശുണ്ട്. 3 കുരിശുണ്ട്. പിന്നെ വേറെ കുരിശിന്റെ ആവശ്യമുണ്ടോ? വേറെ കുരിശിന്റെ മരക്കുരിശ്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൂങ്ങിയ കുരിശ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ എന്റെ സുഹൃത്തായ അച്ഛനോട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അച്ഛനോട്, ഈ 3 കുരിശല്ല നമുക്ക് വേണ്ടിയത്. ഒരു കുരിശാണ് നമുക്ക് വേണ്ടത്. ഒരു കുരിശാണ്. ആരെയാണ് കുരിശിന് മുകളിൽ കാണുന്നത്? തൂക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നാം കാണുകയാണ്. വേദനയേറ്റ ക്രിസ്തുവിനെ നാം കാണുകയാണ്. വേദന സഹിക്കുന്ന മുറിവേറ്റ ക്രിസ്തുവിനെ നാം കാണുകയാണ്. രക്തം ഒഴിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ കാണുകയാണ്. ഈ ക്രിസ്തുവിനെ കാണുന്നവനാണ് ദൈവത്തിന്റെ മക്കള്. ദൈവത്തിന്റെ മകനാകണമെങ്കിൽ ഈ മുറിവേറ്റവനായ കർത്താവിനെ നാം ബഹുമാനിക്കണം. ഹൃദയത്തിലേക്ക് വരണം. അവൻ നമ്മുടെ ഹൃദയത്തിൽ എന്തിനു വേണ്ടിയാണ് മുറിവേറ്റത്? നമ്മൾ ചെയ്യുന്ന പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു തൂങ്ങിയതായ മരക്കുരിശ്, യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ട മരക്കുരിശ്, ആ കുരിശിലാണ് ജീവൻ സമർപ്പിക്കപ്പെട്ടത്. അപ്പൊ അച്ഛനോട് ചോദിക്കാം, അച്ഛൻ ചോദിക്കുക, എന്നോട് ചോദിച്ചു, തിരുമേനോട് ചോദിച്ചു, യേശു ക്രിസ്തു കട്ടിലിൽ കിടന്നാണ് മരിച്ചിരുന്നെങ്കിൽ, യേശു ക്രിസ്തു കട്ടിലിൽ കിടന്നാണ് മരിച്ചതെങ്കിൽ ഓരോ ക്രിസ്ത്യാനികളും ഞങ്ങൾക്ക് ഓരോ കുരിശ് കണ്ടേനോ? ഓരോ കട്ടിൽ കണ്ടേനോ? ഓരോ ക്രൈസ്തവ സഭകളിലും ഭവനങ്ങളിലും ഓരോ കാട്ടിൽ കണ്ടേ മഹമായി കാത്തു കട്ടിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. പള്ളിയുടെ മധുവായിക്കകത്ത് കട്ടിലുണ്ടാക്കി വെക്കും. കിടന്നല്ലേ മരിച്ചത്. അവിടെ കിടന്നല്ലേ മരിച്ചത്. ഇതിനൊന്നുമല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അതിനൊന്നുമല്ല പ്രാധാന്യം. ക്രൂശിന്മേൽ നിന്റെ പേർക്ക് മരിച്ചവനായ കർത്താവ്, നിന്റെ പേർക്ക് മരിച്ചവനായ കർത്താവ്, നിന്റെ പേർക്ക് വേദനയേറ്റവനായ കർത്താവ്, നിന്റെ പേർക്ക് വേദനയേറ്റ കർത്താവ്, ആ ക്രിസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ക്രിസ്തുവിനെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ മക്കളാണ് നമ്മൾ. ആ ക്രിസ്തുവിന്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. എന്നെ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. പിന്നെ അടുത്ത ദൈവത്തിന്റെ മക്കൾ ആരാണ്? അടുത്തത് ദൈവത്തിന്റെ മക്കൾ ആരാണ്? റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു.
അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അവരാണ് ദൈവത്തിന്റെ മക്കൾ. അവന്റെ സ്വരൂപം. എന്താണ് കർത്താവിന്റെ സ്വരൂപം? കർണത്തടിച്ചപ്പോൾ മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുത്തു. മറ്റേ കർണം കൂടി കാണിച്ചു കൊടുത്തു. അവന്റെ സ്വരൂപം വേദനയറ്റ രൂപം, രക്തം ഒഴിക്കുന്ന രൂപം, കൈകാലുകൾ ആണികളാൽ തറക്കപ്പെട്ട രൂപം, തലയിൽ മുൾക്കിരീടം അണിക്കപ്പെട്ട രൂപം, മാറത്ത് കുന്തം കൊണ്ട് കുത്തിയ രൂപം, കാലുകളിൽ ആണിയടിക്കപ്പെട്ട രൂപം, ഈ രൂപം ഉള്ളവനെയാണ് അംഗീകരിക്കുന്നതോ? ദൈവത്തിന് സ്തോത്രം. അവന്റെ രൂപത്തോട് അനുരൂപമാകുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. വേദനപ്പെടുമ്പോൾ നീ ഭാരപ്പെടണ്ട. എനിക്ക് വേണ്ടി വേദന ഏറ്റവനെ, എനിക്ക് വേണ്ടി നിന്ന ഏറ്റവനെ, എനിക്ക് വേണ്ടി പരിഹാസം ഏറ്റവനെ, അവനെ ഞാൻ ആരാധിക്കുന്നു. അവന്റെ മകനാണ് ഞാൻ. അതുകൊണ്ട് പരിഹാസം ഒരു പ്രശ്നമല്ല. ആവശ്യപോലെ നിന്ദിച്ചോ, ആവശ്യപോലെ എന്നെ പരിഹസിച്ചോ. വാക്കുകൾ പരിഹസിക്കപ്പെടുമ്പോൾ കൃപ കൊണ്ട് നിറക്കപ്പെടുക. പരിശുദ്ധ കൃപ കൊണ്ട് എന്റെ രാത്രികാലം നിറയ്ക്കുന്ന രാത്രിയായിട്ട് നീ ത്യാഗം അനുഭവിക്കുമ്പോൾ നീ മാനസികമായിട്ട് ദൈവത്തിന്റെ ദൈവത്തിന്റെ രൂപത്തോട് അനുരൂപമാകുന്നവനാണ്. ഇന്ന് രാത്രികാലം അനുരൂപമാകുന്നവനാണ് ദൈവത്തിന്റെ പൈതൽ. മറ്റൊരു വാക്യം എഫേസ്യ ലേഖനം 1-5 വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് മതി. ദൈവത്തിന് സ്തോത്രം. തിരുഹിത പ്രകാരം ദൈവത്തിന്റെ പ്രസാദപ്രകാരം നമ്മെ ദത്തെടുത്തിരിക്കുന്നു. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായിരുന്ന വസ്തു നഷ്ടപ്പെട്ടു പോയി. അതിനെ വീണ്ടെടുക്കുവാൻ അധിക വില കൊടുത്ത് നമ്മൾ തിരികെ എടുക്കുന്നു. ദത്തെടുക്കുകയാണ്. കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന കാര്യമല്ല. ദൈവം നമ്മളെ ദത്തെടുത്തിരിക്കുന്നു. എവിടെ നിന്ന്? നീ പിശാചിന്റെ മകനായിരുന്നു. അന്ധകാരത്തിൽ ജീവിച്ചവനായിരുന്നു. അന്ധകാരത്തിന്റെ വ്യാപാരം, പിശാചിന്റെ ആലോചന ജീവിച്ചവനായിരുന്നു. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടന്നവനായിരുന്നു. പാപികളുടെ വഴിയിൽ നിന്ന് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നവനായിരുന്നു. അവിടെ നിന്നു കർത്താവ് തന്റെ വിലയേറിയ രക്തം ലോകത്തിന് വേണ്ടി ഊറ്റിക്കൊടുത്തു. ഈ ലോകത്തിന് പാപത്തിന് പരിഹാരം വരുത്തി ഊറ്റിക്കൊടുത്തു. വിലക്ക് വാങ്ങിയിരിക്കുക. ആരിൽ നിന്ന്? ഈ ലോകത്തിൽ അടിമത്തത്തിൽ ലോകത്തിൽ ഏറ്റവും വിലയേറിയ ഒന്നാണ് ഈ രക്തം. ലോകത്തിന്റെ വലിയ വിലയേറിയ രക്തം യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം. ലോകത്തിന് വേണ്ടി കൊടുത്തു. ആ ലോകത്തിന് വേണ്ടി കൊടുത്തു. എങ്ങനെ കൊടുത്തത്? കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഒരു മനുഷ്യൻ എരിഹോവിൽ നിന്നും യെരൂശലേമിലേക്ക് കടന്നുപോയി. അവൻ അർത്ഥപ്രാണനായി കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. മുറിവേറ്റപ്പെട്ടവനായി നടന്നു. ആരും സഹായിക്കാനില്ല. രക്ഷിക്കാൻ ആരുമില്ല. നിലവിളിച്ചു. പല രീതിയിൽ അവനെ ഉപദ്രവിക്കപ്പെട്ടു. രക്ഷിക്കാനായി കടന്നു പോകുവാൻ ഒരുങ്ങിയ ആൾക്കാർ
അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അവനെ കണ്ടിട്ട് മാറിക്കടന്നു. ആരാണ്? ഒരു പുരോഹിതൻ. ഒരു പുരോഹിതൻ. അവന്റെ വേല എന്താണ്? അവന്റെ വേല എന്താണ്? പുരോഹിത വേല ചെയ്യുക. പുരോഹിത വേല ചെയ്യുക. കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക. കഷ്ടപ്പെടുന്നവരെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക. ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക. അതാണ് അവന്റെ പണി. അതാണ് അവന്റെ പണി. ജനത്തിന് ശുശ്രൂഷ ചെയ്യുക. ദൈവിക ശുശ്രൂഷ ചെയ്യുക. അത് കണ്ടപ്പോൾ മുറിവേറ്റവനെ കണ്ടപ്പോൾ മാറിപ്പോയി. ആ വഴി മാറി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ലേവ്യൻ കടന്നു വന്നു. ലേവ്യൻ കണ്ടിട്ട് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ശമരിയക്കാരൻ വന്നു. ഒരു ശമരിയക്കാരൻ ശമരിയക്കാരനും അവിടെ കിടക്കുന്ന വ്യക്തിയും തമ്മിൽ അവിടെ കിടക്കുന്ന വ്യക്തിയും ഒരു ബന്ധവുമില്ലാത്തവനാണ്. ഒരു ബന്ധവുമില്ലാത്തവനാണ്. ശമരിയക്കാരൻ അവനെ എടുത്ത് തോളിൽ വെച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർമാരോട് നിർദ്ദേശിച്ചു വേണ്ടതായ രീതിയിൽ ഇവനെ ചികിത്സിച്ചു കൊള്ളണം. വേണ്ട ചികിത്സ നൽകപ്പെടണം. ഞാൻ ഒരു വഴിക്ക് പോവുകയാണ്. മടങ്ങി വരുമ്പോൾ ഇവന് വേണ്ടി ചെലവായതെല്ലാം തന്നിട്ട് ഇവന് വേണ്ടി ചെലവായതെല്ലാം നൽകിയ ശേഷം ഇവനെ തിരികെ കൊണ്ടുപോയിക്കോളാം. ഞാൻ മടക്കി കൊണ്ടുപോയിക്കോളാം. കർത്താവ് അതല്ലേ ചെയ്തത്? എന്റെ കർത്താവ് ഈ ലോകത്തിൽ നമ്മളെ ആക്കി വെച്ചവൻ കടന്നുപോയി. ഈ ലോകത്തിൽ നമ്മളെ ആക്കി നമ്മുടെ മുറിവുകളെ വെച്ച് കെട്ടി, നമ്മുടെ മുറിവുകളെ തുടച്ചു മാറ്റി, വേദനകളെ നമ്മുടെ രോഗങ്ങളെ മാറ്റി, രോഗങ്ങളെ പ്രശ്നങ്ങളെ മാറ്റി, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മളെ തീർത്തു. ദൈവത്തിന്റെ മകനായി ചേർത്തു. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുകയാണ്, ഞാൻ മടങ്ങി വരും, നിങ്ങളെ വീണ്ടെടുക്കുവാൻ, നിങ്ങൾക്ക് വിലയേറി വില കൊടുത്തിരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിലയേറി വില കൊടുത്തിട്ട് പോയിരിക്കുക. ആ സത്യത്തില് നാണയങ്ങൾ കൊടുത്തു പറഞ്ഞു, നോക്കിക്കൊള്ളണം. ഞാൻ മടങ്ങി വരുമ്പോൾ തിരികെ എടുത്തുകൊള്ളാം. ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി രക്ഷകനായി തീർന്നു. നമ്മുടെ കർത്താവായ യേശു ഈ സത്യമാകുന്ന ലോകത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ലോകത്തിൽ നമ്മളെ നമ്മെ തിരികെ കൊണ്ടുപോകുവാൻ മടങ്ങി വരാൻ പോവുകയാണ്. ഈ ലോകത്തിന് വില കൊടുക്കുവാൻ പോവുകയാണ്. നമ്മളെ വീണ്ടെടുക്കാൻ പോവുകയാണ്. ഒരുക്കമുള്ളവരായിരിക്കണം. ലോകത്തിന് അനുരൂപമായി തീരുവാൻ, ദൈവത്തിന്റെ മകനായി ജീവിക്കുവാൻ, ദൈവത്തിന്റെ വൈദ്യനായി ജീവിക്കുവാൻ, ദൈവത്തിന്റെ ജീവിത പ്രസാദം നിന്നിൽ ഉണ്ടാകുക. ഒരുക്കമുള്ളവരായിട്ടിരിക്കണം. നമുക്ക് വേണ്ടി 33 തിരുവയസ്സിന് വർഷക്കാലത്ത് ഈ ലോകത്തിന് വേണ്ടി ഈ ലോകത്തിൽ കൊടുത്തു. വിലക്ക് വാങ്ങുവാൻ യേശുവിന് വിലയേറിയ രക്തം കൊടുത്തെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവന്റെ അവകാശികളാണ്. ദൈവത്തിന്റെ മക്കളാണ്. പിതാവ് ദൈവമാണ്. നമ്മുടെ അധികാരം ദൈവത്തിലാണ്. ഉടയവൻ, നമ്മളെ കൂടെ ഉള്ളവൻ, നമ്മുടെ ഉടയവൻ, നമ്മുടെ ഉടയവൻ ദൈവമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ. നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറ്റൊരു വാക്കുകൾ നമുക്ക് വായിക്കാം. മറ്റൊരു വേദഭാഗം യോഹന്നാൻ 11:52 വാക്യം. 11:52 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11:52 വാക്യം. ആകയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിന് തന്നെ. മതി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ചിതറിപ്പോയതെന്ന കുഞ്ഞുങ്ങളെ, ചിതറിപ്പോയ തന്റെ കുഞ്ഞുങ്ങൾ ഒന്നായിട്ട് ചേർക്കുവാൻ. ആരാണ് ചിതറിപ്പോയത്? എന്റെ മക്കൾ അനേകം ചിതറിക്കിടക്കുന്നു. ആരാധിക്കുവാൻ വകയില്ലാതെ, ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ, സാക്ഷി പറയാൻ സ്വാതന്ത്ര്യമില്ലാതെ, പ്രാർത്ഥിക്കുവാൻ സമയമില്ലാതെ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ബന്ധപ്പെടുന്ന അനേക ദൈവമക്കളുണ്ട്. എനിക്ക് വേണ്ടി ജീവിക്കുവാൻ അനേകം ദൈവമക്കളുണ്ട്. ചിതറിക്കിടക്കുകയാണ്. ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ക്രിസ്തുവിൽ ഒന്നാക്കിയെടുക്കണം. ക്രിസ്തുവിൽ ഒന്നായിരിക്കണം. ആരാണ് ക്രിസ്തുവിൽ ഒന്നാക്കിയെടുക്കേണ്ടത്? ആരാണ് ക്രിസ്തുവിൽ ദൈവം നിയമിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരാകുന്ന സുവിശേഷകർ. ദൈവം നിയമിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരാകുന്ന സുവിശേഷകന്മാർ. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒന്നാക്കണം.
ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒന്നാക്കണം. പല വഴിയിൽ കിടക്കുകയാണ് ദൈവമക്കൾ. പല വഴിയിലായിരിക്കുകയാണ് ദൈവമക്കൾ. നമ്മുടെ പ്രവർത്തനം കൊണ്ട് എല്ലാവരെയും ഒന്നായിട്ട് എടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് നാം ചെയ്യേണ്ടത്. അതാണ് നാം ചെയ്യേണ്ടത്. വിശ്വാസികളെ ചിതറിക്കുവാനല്ല നാം ഒരുങ്ങേണ്ടത്. വിശ്വാസികളെ ചിതറിക്കുവാനല്ല നാം ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ നാം ഒന്നായി തീരേണ്ടത് ആവശ്യമാണ്. ഒന്നായി തിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ലോകപണങ്ങിയും വാശിയും വൈരാഗ്യവും അടിക്കുള്ള സമയം നമുക്കില്ല. വാശിക്കും വൈരാഗ്യത്തിനും പണക്കത്തിനുമുള്ള സമയം ഇനിയും ഇല്ല. സഭകളെല്ലാം ഒരുങ്ങുവാൻ തുടങ്ങി. അമേരിക്കൻ പ്രദേശങ്ങളില് അനേകം കുട്ടികൾ മുട്ടുമേൽ നിന്നുകൊണ്ട് ആരാധിക്കുന്ന കുഞ്ഞു കുട്ടികൾ നാവിൽ കൂടി അന്യഭാഷകൾ കടന്നു വരികയാണ്. അവരുടെ വായിലൂടെ അന്യഭാഷകൾ ആരാധിക്കുന്ന സഭകളെ കാണുവാൻ കഴിയുന്നു. വിശ്വാസിയെ ഉണരേണ്ട ആവശ്യമാണ്. ആരാധിക്കണം. പഴയ ചിന്ത കൊണ്ടിരുന്നാൽ പോരാ. വിശ്വാസത്തെ ഉണർത്തണം. നമ്മുടെ നാഥൻ കടന്നു വരാൻ പോവുകയാണ്. നമ്മുടെ പ്രാണനാഥൻ കടന്നു വരാൻ പോകുകയാണ്. അവനിൽ വിശ്വസിക്കുക. അവനിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ അവനെ വിശ്വസിക്കുന്ന അവനോടുകൂടെ ചേർക്കുവാനോടുകൂടെ ഒരുങ്ങുമുള്ളവരായിരിക്കണമെന്നോ ഒരുങ്ങിയിരിക്കണമെന്നോ ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ ആ കർത്താവിന്റെ കൂടെ പോകുവാൻ കഴിയത്തുള്ളൂ. അങ്ങമെങ്ങും ചിതറിക്കിടക്കുന്നവരെ നാം സ്വരൂപിച്ചെടുക്കണം. ചിതറിക്കിടക്കുന്നവരെ നാം സ്വരൂപിക്കണം. ഒരു സഭയിൽ ചെന്നാൽ ഒരു ശുശ്രൂഷകൻ ആദ്യം ചെയ്യേണ്ടത് ഈ സഭയിൽ എത്ര വീട്ടുകാരുണ്ട്, ഈ സഭയിൽ എത്ര വീട്ടുകാരുണ്ട്, എത്ര കുടുംബങ്ങൾ വരുന്നുണ്ട്, എത്ര കുടുംബങ്ങൾ വരുന്നുണ്ട്, എത്ര പേര് ആരാധനയ്ക്ക് വരുന്നുണ്ട്, എത്ര പേര് ആരാധന അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് നമ്മുടെ റെക്കോർഡിൽ ദേവാലയത്തിന്റെ റെക്കോർഡിൽ പേരുണ്ട് വരുന്നില്ല. അവരെ തള്ളിക്കളയാനല്ല, അവനെ ചിതറിക്കിടക്കുകയാണെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വരണം. അവനെ മടക്കിക്കൊണ്ട് പല പ്രാവശ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ മടങ്ങി വരും. അവർ ദൈവത്തെ ആരാധിക്കാൻ അവർ ദൈവത്തെ ആരാധിക്കുവാൻ മടങ്ങി വരും. ചിതറിപ്പോവനെ കൂട്ടി വരുത്താൻ കൂടിയാണ് നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ചിതറിപ്പോയവരെ കൂട്ടി വരുത്തുവാൻ കൂടിയാണ് ആക്കി വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ദൈവമക്കളെ നാം തകർക്കുവാനല്ല, അവരെ കൂട്ടിച്ചേർക്കുവാനാണ്. ദൈവമക്കളെ നാം തകർക്കുവാനല്ല, അവരെ കൂട്ടിച്ചേർക്കുവാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചിതറിപ്പോയിരിക്കുന്ന ദൈവമക്കളെ ക്രിസ്തുവിൽ ഒന്നായി കാണുവാൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ ദൈവമക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും നാം ഒന്നാണെന്നുള്ള ചിന്ത വേണം. നമുക്ക് വ്യത്യാസമില്ല. ശുശ്രൂഷകന്മാർക്ക് ഒരു സഭയിൽ ജനത്തെ ഒന്നായി കാണണം. പണമുള്ളവരുടെ കൂടെ കൂടുവാനല്ല ദൈവം നിന്നെ അയച്ചിരിക്കുന്നത്. പണമുള്ളവന്റെ കൂടെ കൂടുവാനല്ല ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത്. പണമില്ലാത്തവനെയും പാവപ്പെട്ടവനെയും സ്നേഹിക്കുവാനും അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ദൈവം ശുശ്രൂഷകന്മാരെ അയച്ചിരിക്കുന്നത്. തിരികെ വരുത്തണം. ചിതറിപ്പോയവരെ ചിതറിപ്പോയിരിക്കുകയാണ്. ദൈവത്തെ മാനിക്കാതെ ശുശ്രൂഷയെ മാനിക്കാതെ പോയിരിക്കുകയാണ്. അവന് വേണ്ടി പ്രാർത്ഥിക്കുക. മടങ്ങി വരണം. മടങ്ങി വരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചിതറിപ്പോയവനെ തിരികെ വരുത്തുവാൻ, ചിതറിപ്പോയവനെ തിരിച്ചു വരുത്തുവാൻ. അതും കർത്താവ് നമുക്ക് കാണിച്ചു തന്നല്ലോ. അത് നമുക്ക് കർത്താവ് കാണിച്ചു തന്നല്ലോ. ഒരു 100 ആടുണ്ടായിരുന്നു. ഒരു 100 ആടുണ്ടായിരുന്നു. ഒരു ആട് നഷ്ടപ്പെട്ടു പോയി. ഒരാട് നഷ്ടപ്പെട്ടു പോയി. അതിനെ തപ്പിപ്പോവുകയാണ്. അത് ആ ആടിനെ തപ്പി. 99 അവന്റെ കസ്റ്റഡിയിലുണ്ട്. 99 ആടിനെ വിട്ടിട്ട് അതിനല്ല പ്രാധാന്യം കൊടുത്തത്. വളർച്ച പ്രാപിച്ചു രോഗിയായി പ്രതിസന്ധികളിൽ പരിസരങ്ങളിൽ സാമ്പത്തികമില്ലാതെ ചികിത്സിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ആടിനെ തിരക്കി നീ പോകണം. ഡ്യൂട്ടി അതാണ്. നമ്മുടെ ഡ്യൂട്ടി അതാണ്. എന്റെ മക്കൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഓ ദൈവത്തിന്റെ മക്കൾ ആരും നഷ്ടപ്പെട്ടു. യേശുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കള് നഷ്ടപ്പെട്ടു പോകുവാനല്ല, നഷ്ടപ്പെട്ടു പോകുവാനോട് ചേർക്കുന്നവരായിരിക്കണം. ദൈവത്തോട് ചേർക്കപ്പെടുന്നവരായിരിക്കും. ആരോട് ചേർത്ത് കരം കൊടുത്ത് ഉയർത്തണം. കാര്യങ്ങൾ ഉയർത്തി പിടിച്ചെഴുന്നേൽപ്പിക്കണം. അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കണം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ മടങ്ങി
മടങ്ങിപ്പോയവർ തിരിച്ചു വരും. മടങ്ങിപ്പോയവർ എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ചിതറിപ്പോയവരെ തിരികെ വരുത്തുവാനായി നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ചിതറിപ്പോയവരെ മടക്കി വരുത്തുവാൻ നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ്? നാം ദൈവത്തിന്റെ മക്കളാണ്. നാം ദൈവത്തിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ മക്കളാണ്. നാം ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ മകനാണെങ്കിൽ, ദൈവത്തിന്റെ മകനാണെങ്കിൽ ഞാൻ വസിക്കണം, എന്നിൽ ഞാൻ വസിക്കണം, നിന്നിൽ ഞാൻ വസിക്കണം, നിന്നിൽ ഞാൻ വസിക്കണം, നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കണം. പരിശുദ്ധയാത്മാവ് നിന്റെ ഹൃദയം ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയമാണ്. ആലയത്തിൽ ഞാൻ വസിക്കണം. നിന്റെ ആലയത്തിൽ ഞാൻ വസിക്കണം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കിയാട്ടെ, നമ്മുടെ ഹൃദയങ്ങളിലേക്കൊന്ന് നോക്കിയാട്ടെ. പണ്ട് നമുക്കറിയാലോ, തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. പണ്ട് തമ്പിയുടെ ഹൃദയം ഉണ്ടെന്നാ തോന്നുന്നത്. ഇപ്പോഴും അവിടെ കൊടുത്തിരിക്കുന്ന ജന്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നു. ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ അതാകരുത്. ഹൃദയങ്ങളിൽ അതാകരുത്. നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഒരു അശുദ്ധിക്കും അവിടെ സ്ഥാനമില്ല. ഒരു അശുദ്ധിക്കോ അവിടെ സ്ഥാനം. ഒരു മോശമായ ചിന്തകൾക്കും ഹൃദയം വിട്ടുകൊടുക്കരുത്. ഒരു മോശ ചിന്തകൾക്ക് ഹൃദയം വിട്ടുകൊടുക്കരുത്. ആർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു? ആർക്ക് വേണ്ടിയാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്? അവനിൽ തന്നെ നീ ആശ്രയിച്ച് മുമ്പോട്ട് ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ നാമം അവസാനമായി ഒരു വാക്യോടെ നമുക്ക് അവസാനമായിട്ട് ഒരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. മതി. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഉദ്ദേശിക്കുന്ന ദൈവമക്കൾ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഉദ്ദേശിക്കുന്ന ദൈവമക്കൾ, ഓരോ വിശ്വാസികളും വചനം പറയുന്നത്, കർത്താവിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ ഉള്ളവരായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ ഉള്ളവരായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നതെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ ആത്മാവിലാണോ നാം നടക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവിലാണോ നമ്മൾ നടത്തുന്നത്? ദൈവത്തിന്റെ ആത്മാവിൽ നടക്കുന്ന ദൈവമക്കൾ, ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന ദൈവമക്കൾ, അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒച്ചയുണ്ടാകും, അവിടെ ഒച്ചയുണ്ടാകും, ബഹളങ്ങളുണ്ടാകും. ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ കാഹളനാദം പോലെ ശബ്ദത്തോടെ ദൈവത്തെ ആരാധിക്കണം. കാഹളനാദത്തിന്റെ ശബ്ദത്തോടെ ദൈവത്തെ ആരാധിക്കണം. എന്തിനാണെന്നറിയാമോ? കാഹളനാദത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, കാഹളനാദത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, ദുഃഖത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സകല ദുഷ്ട ജന്തുക്കളും നിന്നെ വിട്ട് ഓടിപ്പോകും. സകല ദുഷ്ട ജന്തുക്കൾ നിന്നെ വിട്ടുപോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുവാൻ ഹല്ലേലൂയ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുവാൻ ഹല്ലേലൂയ എന്ന പദം. ഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ പറഞ്ഞേ, ഒച്ചത്തിൽ ഹല്ലേലൂയ. ശത്രു പല വഴിയായി ഓടിപ്പോകും. ശത്രുക്കൾ പിൻവഴി പല വഴി ഓടിപ്പോകും. ഹല്ലേലൂയ പറഞ്ഞേ, കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഹല്ലേലൂയ. ദൈവശബ്ദം ഉയരട്ടെ. ദൈവശബ്ദം ഉയരട്ടെ. നമ്മുടെ കൺവെൻഷന്റെ സമാപന സമയമാണ്. നമ്മുടെ കൺവെൻഷന്റെ സമാപന സമയമാണ്. ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ മുഴങ്ങട്ടെ. സ്വർഗ്ഗത്തിലെ ശബ്ദം മുഴങ്ങട്ടെ. സ്വർഗ്ഗത്തിലെ ശബ്ദം മുഴങ്ങട്ടെ. പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങിക്കോ. അനേകം ആളുകൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താം. രാത്രികാലം ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ മകനാണോ? ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ മകനാണോ? ദൈവത്തിന്റെ മകനാണ്. ഇന്ന് രാത്രി പരിശോധിച്ച് അനേക ക്രിസ്ത്യാനികൾ ഈ ലോകത്തിലുണ്ട്. അനേക ക്രിസ്ത്യാനികൾ ഈ ലോകത്തിലുണ്ട്. 7 ക്രിസ്ത്യാനികളെ കണ്ടു. 7 ക്രിസ്ത്യാനികളെ കണ്ടു. എഴുന്നേറ്റ് വരണം. മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ നീ എഴുന്നേൽക്കണം. എന്തിനു വേണ്ടി? ക്രിസ്തു നിന്നിൽ പ്രകാശിക്കണം. ക്രിസ്തു പ്രകാശിക്കുമ്പോൾ സ്തുതികളും സ്തോത്രങ്ങളും ഉണ്ടാകും. യാഗം അർപ്പിക്കുന്നു ഞാൻ.
റവറൻഡ് ജോൺ മാത്യു, റവറൻഡ് തോമസ് നെടുമല, റവറൻഡ് ജോൺസൺ PT, ജോൺസൺ പയ്യമ്പള്ളി, തോമസ് ജോൺ. എല്ലാ പാട്ടുകൾ പാടിയ കോറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കടന്ന എല്ലാ ദേവദാസന്മാരെയും ദൈവങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും വഹിച്ചുകൊണ്ട് തമ്പാൻ സാറ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധൻ നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ. സ്തോത്രം ഈ സ്തോത്രം നല്ല സമയത്തിനായി സ്തോത്രം. ആമേൻ. ഈ 2026 ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ അനുഗ്രഹീതമായ കൺവെൻഷൻ നടത്തുവാൻ അവിടെ ഇടയാക്കിയവയ്ക്കായി പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ സമാപന നിമിഷത്തിലും അടിയങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ ആമേൻ. ഇടയാക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. സ്തോത്രം സ്തോത്രം. നേതൃത്വം കൊടുത്ത അഭിയന്യ തിരുമനസിനായി ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൈദികർ സഭായി ശ്രമിച്ചാൽ ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അതിനേക്കാൾ ഉപരിയായി കൺവെൻഷന് വേണ്ടി പ്രത്യേക സംഭാവന ചെയ്ത എന്റെ മക്കളെല്ലാം ആമേൻ. അനുഗ്രഹിക്കണം, 100 ഇരട്ടി പ്രതിഫലം കൊടുക്കണം. സ്തോത്രം സ്തോത്രം. ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ആമേൻ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ജോൺ മാത്യു അച്ഛൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് ഞങ്ങളെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഭദ്രാസനത്തിന്റെ കൺവെൻഷന്റെ അവസാന ദിനമായിരിക്കുന്ന ഈ രാത്രിയുടെ യാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലായിരിക്കാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിച്ച വലിയ കൃപക്കാട് സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കും ദൈവിക ആലോചനകൾ ഭക്തിയിലൂടെ കേൾപ്പാൻ ദൈവം നൽകിയ വലിയ കൃപക്കാട് സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ ദാസനെ കർത്താവ് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് ഓർത്ത് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2026 കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മുൻപോട്ട് കടന്നു പോകാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾക്കൊരു സങ്കേതവും ബലവുമായി കർത്താവ് ഞങ്ങളെ പരിപാലിച്ച നാളുടെ സ്തോത്രം. തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവാകരങ്ങൾ ഞങ്ങൾ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ആലോചനയും മുൻപോട്ട് കടന്നുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവമായ കർത്താവ് ചെയ്യുന്ന സ്തോത്രം. സകല യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം ദൈവത്തെയും കർത്താവായ യേശുക്രിസ്തു സ്നേഹത്തിൽ നിങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും കാക്കട്ടെ. ഇപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവാ ദൈവത്തിന്റെ നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നാം എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോട് കൂടെയും സമാധാനത്തോടെ കടന്നു പോകാം. Praise the Lord.